നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുവിശേഷ പ്രസംഗ യോഗങ്ങളുടെ സമാപന രാത്രിക്കായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ദൈവസന്നിധിയിൽ വന്നായിരുന്ന സമയം തുടങ്ങി പരിശുദ്ധാത്മാവ് വിവിധ രൂപത്തിൽ നമ്മോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആത്മാവിൽ പാട്ടുകളെ പാടി ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാനും ദൈവശക്തിയാൽ നിറഞ്ഞ് പരിശുദ്ധാത്മബലത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ ആരാധിച്ച് ആരാധനയുടെ സന്തോഷം അനുഭവിപ്പാനും ഈ രാത്രിയിലും സ്വർഗം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തുതിക്കുകയാണ്. 2017 വർഷത്തിന്റെ കഴിഞ്ഞ 9 മാസക്കാലം അതിവേഗത്തിൽ നമ്മെ വിട്ട് കടന്നുപോകുവാനിടയായി തീർന്നു. ഈ വർഷത്തിന്റെ പ്രഭാതത്തെ അല്ലെങ്കിൽ പൊൻപുലരിയെ കണ്ട എത്രയോ മുഖങ്ങൾ ഇന്ന് നമ്മുടെ മുൻപിലില്ല. നമ്മുടെ സമപ്രായത്തിലുള്ളവരും നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരും കൂടിയവരും നമ്മുടെ നടത്തിപ്പുകാരായി നിന്ന വിശുദ്ധന്മാരിൽ പലരും, കർത്താവിന്റെ ശുശ്രൂഷക്കാരും ദൈവമക്കളുമൊക്കെ പലരും അവരുടെ ഓട്ടത്തെ തികച്ച് ദൈവ സന്നിധിയിലേക്ക് അവർ ചെന്നു ചേരുവാൻ ഇടയായി തീർന്നു. സ്നേഹവാനായ ദൈവം തന്റെ ജീവഭാണ്ഡത്തിൽ നമ്മുടെ ജീവനെയും പ്രാണനെയും ഒക്കെ കെട്ടി ഭദ്രമായി സൂക്ഷിച്ചതിനാൽ ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവജനത്തോടുകൂടെ ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ച് അവന്റെ മുഖപ്രകാശത്തിൽ നിൽപ്പാനും ഒക്കെയും ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. സംഭവബഹുലമായ നാളുകൾ നമ്മുടെ മുൻപിൽ നിറഞ്ഞു നിൽക്കുന്നു. ഏതെല്ലാം ഭീതിയുടെ സംഭവങ്ങൾ മനുഷ്യന്റെ മുൻപാകെ അതിവേഗത്തിൽ കടന്നു വരുന്നു. പ്രവചനാതീതമായ രൂപത്തിൽ ലോകം അതിവേഗത്തിൽ ഗമിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടെത്തുവാൻ കഴിയാത്ത മണ്ഡലങ്ങളില്ലാതെ മനുഷ്യരെല്ലായിടത്തും എത്തിയെന്നും അവന് കൈയടക്കുവാൻ കഴിയാത്തതൊന്നുമില്ല എന്നുള്ള നിലയിൽ, അവന് അപ്രാപ്യമല്ലാത്തത് ഒന്നുമില്ല എന്നുള്ള നിലയിൽ എല്ലാറ്റിനെയും കീഴടക്കുവാനുള്ള വ്യഗ്രതയോടെ ഓടുന്ന മനുഷ്യൻ ഏതാണ്ട് ഒരു ഭാഗം ജയിച്ച് മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ മനുഷ്യന്റെ യഥാർത്ഥ ജീവിതാനുഭവങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രബലനായി ജീവിക്കുന്ന മനുഷ്യൻ ഇന്ന് പലതിലും പരാജയം അറിഞ്ഞുകൊണ്ട് പലതിന്റെയും മുൻപാകെ നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ചയും നമ്മുടെ മുൻപിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലോകത്തിലെ മനുഷ്യർ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഒരു ജീവിതയാത്ര മുൻപോട്ട് നയിക്കുന്നു. സമ്പത്തിന്റെ ആധിക്യമുണ്ട്, സമാധാനം ലവലേശമില്ല. ലോകത്തിൽ പേരുണ്ട്, പ്രശസ്തിയും പെരുമയുമെല്ലാം മനുഷ്യനുണ്ടെങ്കിലും അർഹതപ്പെട്ടതൊന്നും വേണ്ടും പോലെ ലഭ്യമല്ലാത്ത ഒരവസ്ഥയിൽ മനുഷ്യർ മുൻപോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ നടുവിൽ ലോകം ഇങ്ങനെ കീഴ്മേൽ മറിഞ്ഞൊക്കെ ഇളകി മറിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ അവസ്ഥയെ നോക്കുമ്പോൾ സമാധാനമുള്ളവരായി, സ്വസ്ഥതയുള്ളവരായി, ജീവിതത്തിൽ നേടേണ്ടതിനെ നേടുവാൻ കഴിഞ്ഞവരായി സമാധാനത്തോടുകൂടെ മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടം പേരെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഏറിയ നാളുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ഒരു മിഷണറി വനിത, അവളിങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നു. തോളിലൊരു ചെറിയ ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. അതിനകത്ത് ചില ലഘുലേഖയുടെ പ്രതികളുമായി തമിഴ്നാടിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ഏറിയ വർഷങ്ങൾക്ക് മുൻപാണ്. ഇന്നേ പോലുള്ളതായ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലൂടെയായിരുന്നു അക്കാലങ്ങളിലൊക്കെ ഉള്ള പോക്കും മനുഷ്യന്റെ ജീവിത രീതികളുമൊക്കെ. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് ഒരു കാട്ടുപാതയിൽ കൂടെ അവൾ സഞ്ചരിക്കുമ്പോൾ ഒരു ക്രൂരനായ മനുഷ്യൻ, ഒരു കൊലയാളി, മാരകമായ ഒരു ആയുധമായി അവളുടെ മുമ്പിലേക്ക് ചാടി വീഴുവാനിടയായി. മാരകമായ ആയുധം അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ളതെല്ലാം ഇപ്പോൾ എന്റെ പക്കൽ തരണമില്ലെങ്കിൽ നിന്നെ ഒറ്റക്കുത്തിന് കൊല്ലും എന്ന് പറഞ്ഞു. ഭീഷണിയുടെ മുമ്പിൽ അല്പവും പതറാതെ നിന്ന ആ മിഷണറി ലേഡി, ദൈവത്തിന് സ്തോത്രം, അവൻ അവളുടെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു വാങ്ങി. പണമൊന്നും അവന് ലഭ്യമായില്ല. ചില കർത്താവിനെ കുറിച്ചുള്ള ചില ലഘുലേഖയുടെ പ്രതികൾ മാത്രം ലഭ്യമായി. മറച്ചു വച്ചിരിക്കുന്നത് പിടിച്ചു വാങ്ങുവാനുള്ള വ്യഗ്രതയിൽ അവളുടെ പക്കൽ ഒന്നുമില്ലാതിരിക്കെ അവളെ കൊല്ലുവാനുള്ള ശ്രമം നടത്തുമ്പോൾ
ആ യവനക്കാരിയായ ആ മിഷണറി വനിത ആ കൊലയാളിയുടെ മുഖത്ത് നോക്കി പ്രകാരം പറഞ്ഞു, നീ എന്നെ കൊന്നാലും എടുപ്പാൻ കഴിയാത്ത ഒരു വസ്തു അല്ലെങ്കിൽ ഒരു അനുഭവം എന്നിൽ മറഞ്ഞിരിപ്പുണ്ട്. അവൻ ആകാംക്ഷ കൂടി എന്താണത് എന്നറിയുവാനുള്ള ആകാംക്ഷയോടെ പെട്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞു. അവൾ വീണ്ടും പറഞ്ഞു, കൊന്നാലും എടുപ്പാൻ കഴിയാത്ത ഒരനുഭവം എന്റെ ഉള്ളിൽ ഉണ്ട് എന്നവൾ പറഞ്ഞു. എന്താണത് എന്ന് ചോദിച്ചപ്പോൾ, നീ എന്ത് ചെയ്താലും എന്റെ പക്കൽ എടുക്കുവാൻ സാധ്യമല്ല ആവർത്തിച്ച് പറയുമ്പോൾ ആ കൊലയാളി ക്രൂരനായ, മനസ്സിൽ അല്പം പോലും ദയാകടാക്ഷമില്ലാത്ത ക്രൂരൻ അവളോട് ചോദിച്ചു, എന്താണത്? എന്താണ് നിനക്ക് നിന്റെ ജീവനെ പോലും നഷ്ടപ്പെട്ടാലും എടുക്കുവാൻ കഴിയാത്തത്? എന്താണ് നിന്നിൽ മറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യന്റെ മുൻപിൽ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, ഒരു കാലത്ത് ഞാനും പാപിയായൊരു സ്ത്രീയായിരുന്നു. ആ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് ലോകരക്ഷിതാവായ യേശു ക്രൂശിന്റെ ദർശനം എനിക്ക് നൽകിയപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇന്ന് ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവളാണ്. ഒരു രക്ഷയുടെ അവസ്ഥ എന്റെ ഹൃദയത്തിലുണ്ട്, വീണ്ടെടുപ്പിന്റെ പ്രത്യാശ എന്റെ ഹൃദയത്തിലുണ്ട്. എന്നെ കൊന്നാലും ഒരു മനുഷ്യനും അതെടുക്കുവാൻ സാധ്യമല്ല. ഈ വാക്ക് കേട്ട ആ ക്രൂരനായ കൊലയാളിയായ മനുഷ്യൻ അവളുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് പറഞ്ഞു, അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവത്തെ പ്രാപിപ്പാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഒരു കൊലയാളിയെ ദൈവമുള്ളവനായി മാറ്റുവാൻ ആ സ്ത്രീയുടെ വാക്കുകൾക്ക് കഴിഞ്ഞതിന്റെ പിന്നിലെ രഹസ്യം ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആ മഹിമ അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചത് വിളിച്ചു പറഞ്ഞപ്പോൾ, ഒരു കൊലയാളി, ഒരു ക്രൂരൻ, ദൈവമില്ലാതെ ഏത് മനുഷ്യനെയും കൊല്ലുവാൻ ഭയമില്ലാതെ ജീവിച്ച ഒരു മനുഷ്യനെ ദൈവമുള്ളവനാക്കി, ഒരു നല്ല ദൈവഭക്തനാക്കി തീർക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ മനുഷ്യൻ സൗഭാഗ്യങ്ങളെ തേടി ഓടുമ്പോൾ പലതും നേടിയെടുത്തിട്ട് പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ച് നേടിയെടുത്തതൊന്നും ശാശ്വതമല്ല എന്ന ആ പരാജയ ഭീതിയും ആ ബോധവുമൊക്കെ മനുഷ്യന്റെ ഉള്ളിലുണ്ടായി മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ലജ്ജാഭാരത്താൽ തലതാഴ്ത്തി ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന എത്രയോ മനുഷ്യർ നമുക്കറിയാം. അമേരിക്കയിൽ ലോസ് അലമോസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയാണ് ആദ്യമായി ആറ്റം ബോംബ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ശ്രമിച്ച ആ കമ്പനി ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തത്. അതിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ച ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ മരണക്കിടക്കയിൽ മരണത്തെ പുൽകുവാൻ പോകുമ്പോൾ തന്നോട് തന്റെ അടുക്കൽ നിന്നവർ ചോദിച്ചു, സാർ, എന്താണ് ജീവിതത്തിന്റെ അനുഭവം? അങ്ങേക്ക് എന്താണ് പറയുവാനുള്ളത്? ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറമായി ലോകത്തിൽ വലിയ കണ്ടുപിടുത്തങ്ങളും അറിവുകളും ഒക്കെ മനുഷ്യന്റെ മുൻപാകെ കൊടുത്ത അങ്ങേക്ക് മനുഷ്യന്റെ ജീവിതത്തിനപ്പുറമായ അനുഭവങ്ങളെ കുറിച്ച് എന്താണ് പറയുവാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, തന്റെ ജീവിത സായാഹ്നത്തിൽ മരണത്തെ പ്രാപിപ്പാൻ പോകുമ്പോൾ താൻ അവസാനം പറഞ്ഞത്, ഐ ആം എ കംപ്ലീറ്റ് ഫെയിലർ, I become death. ഞാനൊരു സമ്പൂർണ്ണ പരാജിതനാണ്. ഞാനിതാ മരണത്തെ പ്രാപിക്കുവാൻ പോകുന്നു. ആറ്റം ബോംബ് കണ്ടുപിടിച്ച കമ്പനിയുടെ ഡയറക്ടറായിരുന്ന മഹാൻ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാനൊരു സമ്പൂർണ്ണ പരാജിതനാണ്. ജയിപ്പാൻ കഴിഞ്ഞില്ല. ചിന്തയിൽ ജയിച്ചു, കണ്ടുപിടുത്തങ്ങളിൽ ജയിച്ചു, ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിച്ചതിലൊക്കെ താൻ വിജയശ്രീലാളിതനായെങ്കിലും മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യത്തോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പരാജിതനാണ്. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നേടിയെടുക്കേണ്ടതിനെ നേടുവാൻ കഴിയാതെ ലോകത്തിൽ എന്തെല്ലാം നേടിയെടുത്താലും, പണമോ പേരോ പ്രശസ്തിയോ അഭിമാനങ്ങളോ അറിവുകൊണ്ട് ലോകത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടിയാലും ജീവിതത്തിന്റെ യാഥാർത്ഥ്യവുമായി വെച്ചു നോക്കുമ്പോൾ നേടേണ്ടതിനെ നേടുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ പരാജിതനാണ്. എന്താണ് അവൻ നേടിയെടുക്കേണ്ടത്? മനുഷ്യന് ദൈവം ഭൂമിയിൽ കൊടുത്ത അല്പമായ ആയുസ്സില് ലോക രക്ഷിതാവും മാനവജാതിയുടെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുനാഥൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ദൈവമായിരുന്നവൻ ദൈവത്തിന്റെ മഹിമകൾ വെടിഞ്ഞ്, സ്വർഗമഹിമകൾ വെടിഞ്ഞ് താണലോകത്തിൽ ഇറങ്ങി വന്ന് നമ്മിലൊരാളെ പോലെ, എന്നെയും നിങ്ങളെയും പോലെ നരനായി ഭൂതലത്തിൽ പിറന്ന് സകല നരവംശത്തിന്റെയും പാപത്തെ ചുമന്നഴിക്കുവാൻ ഗാൽഗോഥ മലമുകളിലേക്ക് കടന്നുപോയി റോമൻ പടയാളികൾ വിധിച്ച് വിസ്തരിച്ചതായ മൂന്നാണികളിൽ മേൽ ക്രൂശിന്മേൽ അറയപ്പെട്ട് അവൻ ലോകത്തിന്റെ മനുഷ്യന്റെ വീണ്ടെടുപ്പിനായി ജീവനെ തന്ന് രക്തത്തെ നൽകി ശരീരത്തെ ഒരു തിരശീല പോലെ നമുക്കായി കീറി അതിലൂടെ ജീവന്റെ മാർഗം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ആ മാർഗത്തെ കണ്ടുപിടിച്ച് ആ മാർഗത്തിലൂടെ ചുവടുകൾ വെച്ച് മുൻപോട്ട് പോകുന്നവരത്രേ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യശാലികളും അഭിമാനിപ്പാൻ വലുതും നേടിയവരെന്ന് പറയുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിലെ തത്വശാസ്ത്രങ്ങളുടെ പിതാവ്, ഫാദർ ഓഫ് ദ ഫിലോസഫി,
എന്ന് പറയുന്ന അനുഭവത്തെ നോക്കിയാൽ സോക്രട്ടീസ് ലോക ചിന്തകന്മാരിൽ മഹാന്മാരിൽ മഹാനായ സോക്രട്ടീസിനോട് ഒരിക്കൽ തന്റെ അനുയായികളുടെ ഒരുവൻ ഇപ്രകാരം ചോദിച്ചു, ഗുരു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാകുന്നു? സോക്രട്ടീസ് വിളിച്ചു പറഞ്ഞു, ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതത്തിനപ്പുറമായി മനുഷ്യന്റെ നിത്യമായ വിശ്രാമം, മരണത്തിനപ്പുറം വിശ്രമിപ്പാനുള്ള ഇടം ഈ ഭൂമിയിൽ ആയുസ്സോടെ ഇരിക്കുമ്പോൾ കണ്ടെത്തുന്ന മനുഷ്യജീവി ആരോ അവനാകുന്നു ലോകത്തിലെ യഥാർത്ഥ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഇത് പറഞ്ഞ സോക്രട്ടീസിന് പോലും അത് കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല, അതിനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഗ്രീസിലെ ഏഥൻസിലെ കോടതി തനിക്ക് വധശിക്ഷ വിധിച്ച് വിഷം നിറഞ്ഞ പാത്രം തന്റെ കയ്യിൽ കൊടുത്ത് സ്വയം വിഷം കുടിച്ച് മരിക്കുവാൻ ഏഥൻസിലെ കോടതി വിധി പ്രസ്താവന നടത്തി. വിഷം നിറഞ്ഞ പാത്രം തന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, തത്വചിന്തകളുടെ പിതാവ്, ലോകത്തിലെ ഫിലോസഫികളുടെ ഫാദർ വിളിച്ചു പറഞ്ഞു, ഞാനിതാ മരണത്തിലേക്ക് പോകുന്നു, നിങ്ങൾ ജീവനിലേക്കും. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കേൾവിക്കാരായ സ്നേഹിതരെ, ഒരു യാഥാർത്ഥ്യത്തെ അറിഞ്ഞു വേണം നമ്മുടെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കുവാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിനം മരണമെന്ന ദൂതൻ കരുണ കൂടാതെ നമ്മെ കൊണ്ടുപോകുവാൻ നമ്മുടെ അടുക്കൽ തേടി വരുമ്പോൾ ഇല്ല എന്നും അല്ല എന്നും പിന്നീടാകട്ടെ എന്നും പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കുവാൻ ഉലകത്തിലെ ഒരു മനുഷ്യനും സാധ്യമേ അല്ല. ആകയാൽ ജീവനോടിരിക്കുമ്പോൾ തന്നെ ഓർത്തുകൊള്ളണം, ഒരു നിത്യതയുണ്ട്, ഒരു ദൈവരാജ്യമുണ്ട്, മരണത്തിനപ്പുറമായി ഒരു ജീവിതമുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി പോയിക്കൊള്ളണം. ആധുനിക ലോകത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ ഇതൊന്നും കണ്ടെത്തുവാൻ കഴിയാതെ മനുഷ്യൻ മുൻപോട്ട് പോയി പലതും നേടി പോകുകയാണ്. ആധ്യാത്മിക മണ്ഡലത്തിൽ, ആധുനിക ലോകത്തിലെ ആത്മീക ലോകത്തിലേക്ക് നോക്കുമ്പോഴും വ്യക്തമായ ദർശനമുണ്ടായി ഇറങ്ങിപ്പുറപ്പെട്ട പിതാക്കന്മാരുടെ തലമുറകളായി ജീവിക്കുന്ന ഇന്നത്തെ ആത്മീക തലമുറകൾ ആ ദർശനം നഷ്ടപ്പെട്ടവരായി, ക്രൂശിന്റെ ദർശനം നഷ്ടപ്പെട്ടവരായി, നിത്യതയുടെ ദർശനം നഷ്ടപ്പെട്ടവരായി, ലോകത്തിന്റെ താൽക്കാലികതകളെ മാത്രം കണ്ട് അതിനെ പിടിക്കുവാനുള്ള വ്യഗ്രതയോടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുനാഥൻ ലോകത്തിലായിരുന്നപ്പോൾ 33.5 തിരുവയസ്സ് വരെ പിതാവ് തനിക്ക് അനുവദിച്ച അവധിയോളം ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനുള്ള അവസാനത്തെ പ്രവൃത്തിയായി കാൽവറി മലമടക്കിൽ ബലിയായി തീരുവാൻ ഗാൽഗോഥാ മലമുകളിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയോരങ്ങളിൽ കണ്ടവരെല്ലാം നിലവിളിയോടുകൂടി യേശുവിന്റെ പിന്നാലെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അവിടെ ഒന്ന് നിന്നു. അവരുടെ നിലവിളി കേട്ടപ്പോൾ അവിടെ ഒന്ന് നിന്നു. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവരോടൊരു വാക്ക് പറഞ്ഞു. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. യേശു തിരിഞ്ഞവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. യേശു നിന്നു, തിരിഞ്ഞവരെ ഒന്ന് നോക്കി, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. പ്രാർത്ഥിപ്പാനല്ല പറഞ്ഞത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവീൻ. കഴിഞ്ഞ രാത്രിയിലും ഈ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ചുരുക്കമായ ചില കാര്യങ്ങൾ വചനത്തിലൂടെ നാം ചിന്തിപ്പാനിടയായി. ഇന്ന് രാത്രിയിലും അതിന്റെ ബാക്കി എന്ന വണ്ണം ചുരുക്കമായ ചില വിഷയങ്ങൾ മാത്രം ചിന്തിച്ച് വേഗത്തിൽ ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു തിരിഞ്ഞവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ കരയുന്നവരാകണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചന ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ തന്നെ ദൈവമക്കളോട് ഞാൻ പറയുക, ഒരു പ്രസംഗം, ഒരു പ്രഭാഷണം കേൾക്കുന്ന ലാഘവത്തോടെ ദയവായി ഇന്ന് രാത്രിയിൽ ഇവിടെ ആരും ഇരിക്കരുതേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ വചനം എന്നോടാണ് പറയുന്നത് എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ഇരുന്നാൽ വചനം നമ്മുടെ രൂപാന്തരപ്പെടുത്തും. ലോകത്തിൽ മനുഷ്യ ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്തിയിട്ടുള്ള ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള വസ്തുതാപരമായ, ആശയപരമായ, സൈദ്ധാന്തികപരമായ അനുഭവങ്ങളെ നാം ഒന്ന് എടുത്തു നോക്കിയാൽ ലോക ചരിത്രം പഠിച്ചാട്ട് മാനവജാതി ഉണ്ടായത് തുടങ്ങി
ഇന്ന് വരെയുള്ള ലോകചരിത്രം പഠിച്ചാൽ മനുഷ്യനെ ഏറ്റവും അധികം ശക്തമായി സ്വാധീനിച്ച് മനുഷ്യജീവിതത്തിൽ ഏറ്റവും അധികം മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ഘടകമെന്ന് പറയുന്നത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റപ്പെടാത്ത ദൈവത്തിന്റെ വചനമാകുന്നു. ആ വചനമാകുന്നു ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ഇന്ന് രാത്രി ഈ വചനം എന്നോടുള്ളതാണെന്ന് ഏറ്റെടുത്താൽ ആ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ തുടങ്ങും. ദൈവവചനത്തിന്റെ ക്രിയ നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചാൽ ജീവിതത്തിന്റെ സമൂലമായ അവസ്ഥകളെ സമസ്ത മേഖലകളിലേക്ക് കടന്നു ചെന്ന് മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. പുറം മുറിക്കാതെ അകം മുറിക്കുവാൻ ശക്തിയുള്ള, ലോകത്തിലെ മനുഷ്യന്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്നതും ആത്മീക മണ്ഡലത്തിൽ തെളിഞ്ഞു നിൽക്കുന്നതുമായ ഏക വാൾ എന്ന് പറയുന്ന ദൈവവചനമാണ്. പുറം മുറിക്കാതെ മനുഷ്യന്റെ അകത്തെ മുറിക്കുവാൻ ഇന്ന് രാത്രിയിലും ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുവാനും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ആഗ്രഹത്തോടെ നമുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. യേശു ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്താ? അന്ന് ഒരുപറ്റം സ്ത്രീകൾ യേശുവിന്റെ പിന്നാലെ നടന്നു. അവർ പെട്ടെന്ന് കരഞ്ഞു. പൊതുവെ സഹോദരിമാർക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും കണ്ടാൽ, പ്രത്യേകിച്ച് മരണ വീടുകളൊക്കെ പോയാൽ പെട്ടെന്ന് നിലവിളി ഉണ്ടാകും. ഇന്ന് പകൽ ഞാനും മാവേലിക്കൽ ഒരു അടക്കാരാധനയ്ക്ക് പോയി. അവിടെ അടക്കാരാധനയ്ക്ക് ഇരിക്കുമ്പോൾ പലരും വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു സഹോദരിയുടെ ബന്ധുക്കളിൽ ആരോ ഒരാളാണ് വന്നപ്പോൾ ബോഡി ഒന്ന് കണ്ടിട്ട് അലമുറയിട്ട് പുറകോട്ട് പോകുന്ന കാഴ്ച കണ്ടു. ദൈവത്തിന് സ്തോത്രം. പൊതുവെ സഹോദരിമാര് കരയുന്നതിൽ അല്പം മുമ്പിലാ. ദൈവത്തിന് സ്തോത്രം. കരഞ്ഞവർ കാര്യങ്ങൾ പലതും നേടുകയും ചെയ്യും. അങ്ങനെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ പിന്നാലെ ഒരുപറ്റം സ്ത്രീകൾ അലറിക്കരഞ്ഞുകൊണ്ട് നടന്നു. യേശു അവിടെ നിന്നു. എന്നിട്ട് അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, സഹോദരിമാരെ, എന്നെ ചൊല്ലി കരഞ്ഞതൊക്കെ മതി. എന്നെ ചൊല്ലിയല്ല കരയേണ്ടത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവി. ഇന്ന് രാത്രി സഹോദരി സഹോദര വ്യത്യാസമില്ലാതെ, യൗവനക്കാരെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ, കർത്തൃ ശുശ്രൂഷകരെന്നോ ദൈവമക്കളെന്നോ വ്യത്യാസമില്ലാതെ, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി എന്നോടും നമ്മോട് ഓരോരുത്തരോടും പറയുന്നു, നിങ്ങളെ ഓർത്ത് നിങ്ങൾ കരയണം. ആത്മീക ലോകത്ത് ജീവിക്കുന്ന ദൈവമക്കളെ, നാം ഈ നാളുകളിൽ ഒരു പുനർചിന്തനത്തിന് തയ്യാറായേ മതിയാകൂ. കാരണം ആ ഒരു നിലവാരത്തിൽ ദൈവസഭയും ആത്മീക അനുഭവങ്ങളും ഒക്കെ വന്നെത്തി നിൽക്കുകയാ. എന്തിനാണ് നാം കരയേണ്ടത്? ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ഓർത്ത് കരയുക എന്ന് പറയുമ്പോൾ ആരാണ് ഈ നിങ്ങൾ എന്ന് പറയുന്ന സമൂഹം? അപ്പോസ്തലനായ യോഹന്നാന്റെ ഭാഷയിൽ അദ്ദേഹം പറയാണ്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകും. ബഹുമാനപ്പെട്ട നമ്മുടെ അപ്പച്ചൻ ആരംഭത്തിൽ പ്രബോധനത്തിൽ പറഞ്ഞു, എല്ലാവരെയും മക്കൾ എന്നുള്ള ഒറ്റ വാക്കിൽ ഓർപ്പിക്കുകയാണ്. ആദാം ദൈവത്തിന്റെ മകൻ. മനുഷ്യ സൃഷ്ടിയുടെ പാരമ്പര്യം എടുത്ത് പഠിച്ച് നമ്മൾ പോകുമ്പോൾ ആദാമിന്റെ അപ്പനായി പറയുന്ന ദൈവത്തെയാൽ ദൈവത്തിന്റെ മക്കളായി ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും ആദാമി വംശത്തിലൂടെ പാപം മനുഷ്യ ജീവിതത്തിൽ വന്ന് ദൈവം കൊടുത്ത തേജസ് നഷ്ടപ്പെടുത്തി പ്രാകൃതരായി പാപത്തിന് ദാസരായി ഈ ഉഷരഭൂമിയിൽ അവരുടെ കാൽപാദങ്ങൾ ഊന്നി അവർക്ക് ചെയ്യുവാൻ മനസ്സിൽ തോന്നിയതെല്ലാം മനസാക്ഷിയെ പോലും വഞ്ചിച്ചുകൊണ്ട് അവർ ചെയ്തു മുൻപോട്ട് പോയ അവസ്ഥയിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാൻ മാനവജാതിയുടെ ഉദ്ധാരണത്തിനായി സാക്ഷാൽ ഈശോ മശിഹ ലോകരക്ഷിതാവ് ദൈവത്തിന്റെ പുത്രൻ നമ്മോടുള്ള കരുണ നിമിത്തം സ്വർഗം അവനെ ലോകത്തിലേക്ക് അയച്ചു. കാലസമ്പൂർണതയെങ്കിൽ അവൻ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് വന്നുവെന്നാണ് വേദം പറയുന്നത്. അപ്രകാരം ലോകത്തിൽ വന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തെ ദൈവ മക്കൾ, അതൊരു ഭാഗ്യപദവിയാണ്. ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി ലഭിക്കുന്നത് തന്നെ ഒരു ഭാഗ്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കൾ. എങ്ങനെയാണ് നാം ദൈവത്തിന്റെ മക്കളായത്? യോഹന്നാന്റെ സുവിശേഷം 1:12 വായിക്കുന്നു, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ. ദൈവമക്കളാകുന്നതിന്റെ ഒന്നാം പടി യേശുവിനെ കൈക്കൊള്ളുക, അവന്റെ നാമത്തെ തേജസ്കരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട അവന്റെ നാമത്തെ വിശ്വസിക്കുക. കഴിഞ്ഞ രാത്രിയില് ദൈവപുത്രനുള്ള വിശ്വാസത്താൽ ദൈവമക്കൾ എന്നുള്ള പദവി ലഭ്യമായവരില് എന്തിനാണ് അവർ കരയേണ്ടെന്നുള്ള വിഷയത്തെ ചിന്തിച്ചപ്പോൾ, എങ്ങനെ ദൈവമക്കളായി തീർന്നുവോ അതിൽ കുറവ് സംഭവിച്ചെങ്കിൽ കരയണം. വിശ്വാസത്താൽ ദൈവമക്കളായെങ്കിൽ അതിൽ കുറവ് സംഭവിച്ചെങ്കിൽ നാം കരയണം. ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം നോക്കുമ്പോൾ പിതാക്കന്മാരുടെ ജീവിതാനുഭവങ്ങളോട് ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു 5-6 കാര്യങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. മോശ വിശ്വാസത്താൽ
വളർന്നു വന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. വിശ്വാസ ജീവിതം പാപത്തോട് വിട പറഞ്ഞുള്ള ജീവിതമാകുന്നു എന്ന് ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നു. അതിൽ കുറവ് വന്നുപോയോ നാം ദൈവസന്നിധിയിൽ കരയുന്നവരാകണം. 1-ാം നൂറ്റാണ്ടിലെ സഭകൾ ആ വിശ്വാസത്തിൽ ഉറച്ചു എന്ന് ദൈവവചനം പറയുന്നു. സഭയുടെ ഉറപ്പ് വിശ്വാസമാണ്. അതിൽ കുറവ് സംഭവിച്ചുവോ ദൈവസന്നിധിയിൽ കരയുന്നവരാകണം. വീണ്ടും നാം ദൈവവചനത്തിൽ നോക്കിയപ്പോൾ പഴയ നിയമ പിതാക്കന്മാരായ യാക്കോബ്, ഇസഹാക്ക് തുടങ്ങിയവർ അവർ മക്കളെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചെന്നറിയാമോ? ഭാവികാലം സംബന്ധിച്ച് അവരെ അനുഗ്രഹിച്ചു. അത് വിശ്വാസത്താലായിരുന്നു. നമുക്കറിയാം ഒരു ഭാവികാലം ദൈവത്തിന്റെ ജനത്തിനുണ്ട്. ആ ഭാവികാലം സംബന്ധിച്ചുള്ള അനുഗ്രഹം വിശ്വാസത്താൽ മാത്രം മനുഷ്യരിൽ കടന്നു വരുന്നു. അത് കുറഞ്ഞുപോയെങ്കിൽ ഭാവികാലത്തെ കുറിച്ചുള്ള ചിന്ത, ഭാവിയെക്കുറിച്ചുള്ള ഓർമ്മ ഒരു മനുഷ്യനിൽ കുറഞ്ഞുപോയോ അത് വിശ്വാസത്തിന്റെ കുറവായി ദൈവവചനം പറയുന്നു. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ യോസഫ് അവർ വിശ്വാസത്താൽ തന്റെ തലമുറകളോടൊരു പുറപ്പാടിനെ കുറിച്ച് ഓർപ്പിച്ചു. നാം ഇവിടുന്ന് പുറപ്പെട്ടു പോകേണ്ടവരാണ്. ഈ ഓർമ്മ എപ്പോഴും വിശ്വാസത്താൽ നമ്മൾ നിലനിൽക്കണം. മാത്രമല്ല അസ്ഥികളെ കുറിച്ചുള്ള കൽപ്പന എന്ന് പറഞ്ഞാൽ ഉപദേശത്തെക്കുറിച്ചുള്ള ആലോചനകൾ. പുറപ്പെട്ടു പോകണമോ അതിനൊരു ഉപദേശം കൂടെ ആവശ്യമാണ്. വിശ്വാസത്താൽ ഈ അനുഭവങ്ങൾ നമ്മിൽ ഉണ്ടാകേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ദൈവജനത്തിന്റെ ഇടയിൽ കുറവ് സംഭവിച്ചോ ദൈവസഭ അതോർത്ത് കരയണം. വീണ്ടും നമുക്ക് ദൈവവചനത്തിലേക്കൊന്ന് കടന്നു വരാം. നാം ദൈവത്തിന്റെ മക്കൾ. ഇപ്പോൾ നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം നമ്മെ ഓർത്ത് കരയണം. എന്തിന്? ഒന്നാമത് വിശ്വാസത്തിന്റെ കുറവോർത്ത്. ഇനി രണ്ടാമതായി നാം നോക്കുമ്പോൾ യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ മക്കളായി നാം തീർന്നത് എങ്ങനെ എന്ന് ഒരു ഭാഗം അവിടെ കാണുന്നു. ഒന്ന് വായിച്ചോട്ടെ. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ന്റെ 1-ാമത്തെ വാക്യം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയെന്ന്. വലിയ സ്നേഹം, ഗ്രേറ്റ് ലവ്, വലിയൊരു സ്നേഹം. പിതാവ് ലോകത്തിന് നൽകിയ സ്നേഹം, ലോകത്തിൽ ദൈവം കാണിച്ച സ്നേഹം എന്ന് പറയുന്നത് അതൊരു വലിയ സ്നേഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനൊരു ചെറിയ അളവായിട്ടല്ല പറയുന്നത്, വലിയ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ജനമായി ഒരു കൂട്ടരെ ലോകത്തിൽ ദൈവം ആക്കി വെച്ചത് ദൈവത്തിന്റെ സ്നേഹത്താലാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിന് പല പടികളായി നമുക്ക് കാണാം. അതിൽ ഒന്നാണ് കഴിഞ്ഞ രാത്രിയിൽ നാം ദൈവവചനത്തിന്റെ ഉപദേശങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ ഒരുവൻ മാനസാന്തരപ്പെടണം, ദൈവത്തിന്റെ കൽപ്പനയായ സ്നാനം അവൻ സ്വീകരിക്കണം. മാത്രമല്ല ഈ ലോക ജീവിതയാത്രയിൽ ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. തൃത്വ ദൈവത്തിന്റെ ഭാഗമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നേക്കും ദൈവം മനുഷ്യനോടുകൂടെ ഇരിക്കേണ്ടതിന് അവന്റെ ഉള്ളിൽ കൊടുക്കുന്നു ദൈവവചനം പറയുന്നു. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹമാണ്. വായിച്ചോട്ട് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൽ പകർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം ഒരുവനിൽ പകർന്നു കൊടുത്ത അനുഭവം, അതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ആത്മനിറവോടെ ജീവിക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ കയ്യിലോ കാലിലോ ഉണ്ടാകുന്ന ഒരു പെരിപ്പോ ചലനമോ, പാട്ടിന്റെ ആ സ്പീഡ് കൂടുമ്പോൾ കഴുത്തിനുണ്ടാകുന്ന ചലനമോ, ദൈവത്തിന്റെ സ്തോത്രം എന്തെങ്കിലും നമ്മൾ കൈക്രിയ കാണിക്കുന്നതല്ല. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹം, ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്നേഹം ഒരു മനുഷ്യനിൽ ദൈവം നൽകിയത് തന്റെ പരിശുദ്ധാത്മാവിനാലാകുന്നു. അപ്പോൾ ആത്മനിറവിൽ ജീവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞു ജീവിക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. നാം ദൈവമക്കളായി തീർന്നത് ദൈവസ്നേഹത്താലാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളായി തീർന്നത് ദൈവസ്നേഹത്താൽ. ആ ദൈവസ്നേഹം ദൈവം തന്റെ ആത്മാവിനാൽ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നൽകിയപ്പോൾ ദൈവസഭ, ദൈവത്തിന്റെ ജനം ജീവിക്കേണ്ടത് ദൈവത്തിന്റെ സ്നേഹത്തിലാകണം. ആകയാൽ
വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇവയിൽ വലിയത് സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ഒരുമാതിരിപ്പെട്ട കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെയും ഒരു പരുവത്തിലൊക്കെ സമാധാനത്തോടെ ജീവിച്ച് മറ്റുള്ളവർക്ക് കുഴപ്പമില്ലാതെ ദൈവരാജ്യത്തിൽ പോകാൻ വേണ്ടി ഒത്തിരി ഒന്നും കേട്ടില്ലെങ്കിലും ഒരു ദിവസം ഒരു പ്രാവശ്യം 1 കൊരിന്ത്യർ 13-ാം അധ്യായം വായിച്ചാൽ മതി. ആദ്യത്തെ 10 വാക്യമെങ്കിലും ഒരു ദിവസം ഒരു നേരം വീതം ഒന്ന് വായിച്ചാൽ വലിയ കുഴപ്പങ്ങൾ കൂടാതെ പരിക്ക് പറ്റാതെ അക്കരയ്ക്ക് പോകാൻ പറ്റും. അതിനിപ്പോൾ ക്രൂസൈഡിന് പോകണമെന്നില്ല, കൺവെൻഷന് പോകണമെന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ആ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമുക്ക് വ്യക്തമായി ബോധ്യമാകുവാനിടയായി തീരും. ദൈവത്തിന്റെ സ്നേഹം അതാണ് ലോകത്തിൽ ഏറ്റവും വലുതായി ദൈവമക്കളിൽ ദൈവം കൊടുത്തത്. അതിനാലാണ് നാം ദൈവത്തിന്റെ ജനമായി തീർന്നത്. നമുക്ക് ദൈവസ്നേഹത്തിൽ ജീവിപ്പാൻ കഴിയുന്നുണ്ടോ? ഇതിൽ കുറവ് ഒന്നാമത് നാം ചിന്തിക്കണം. ആത്മനിറവിൻ ജീവിതത്തിൽ കുറവ് വന്നുപോയോ? ദൈവസന്നിധിയിൽ കരയേണ്ടതായിരുന്നു. നിങ്ങളെ ഓർത്ത് കരവി. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രവാചകൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട്. നിന്റെ ആദ്യ നാളുകളിലെ സ്നേഹം, വിവാഹം നിശ്ചയിച്ച നാളിലെ സ്നേഹം, നിന്റെ യൗവനത്തിലെ ഭക്തിയും ഞാൻ ഓർക്കുന്നു. വായിച്ചോട്ട് 2-ന്റെ 2-ാമത് വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം, മറ്റാരുമല്ല പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നത്. ദൈവം അരുളി ചെയ്യുകയാണ്. സ്വർഗസ്ഥനായ ദൈവം, സർവശക്തനായ ദൈവം അരുളി ചെയ്യുകയാണ്. നിന്റെ യൗവനത്തിലെ ഭക്തി, മരുഭൂമിയിൽ വിതയും കൊയ്ത്തുമില്ലാത്തിടത്ത് നീ കടന്നുപോയ അനുഭവങ്ങൾ, നിന്റെ യൗവനത്തിലെ ഭക്തി, വിവാഹം നിശ്ചയിച്ച നാളിലെ സ്നേഹം, ഇവയൊക്കെ ഞാൻ ഓർക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ദൈവമക്കളുടെ ആരംഭകാലത്തിലെ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. എന്തോ ഒരു സ്നേഹമായിരുന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ, പിന്നെ സ്നാനപ്പെട്ടപ്പോൾ സ്നേഹം അതിനേക്കാൾ കൂടി. അഭിഷേകം പ്രാപിച്ചപ്പോൾ പിന്നെ പറയുകയും വേണ്ട. അഭിഷേകം പ്രാപിച്ച ആദ്യത്തെ ദിവസം, ആദ്യത്തെ ആരാധന കഴിഞ്ഞപ്പോൾ, ആരാധന കഴിഞ്ഞ ഹാളിനകത്ത് ഓടി നടന്ന എല്ലാവർക്കും കൈ കൊടുത്തിട്ടാ വീട്ടിൽ പോയത്. ഇപ്പൊ കൂട്ടിയിടിച്ചാൽ പോലും മിണ്ടുകയില്ല. നല്ല സ്നേഹമാ. ദൈവത്തിന്റെ സ്തോത്രം. ആദ്യ നാളുകളിലെ സ്നേഹം ഓർക്കുന്നു എന്നാ പറയുന്നത്. ദൈവം പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവം യഹോവ അരുളി ചെയ്യുന്നു, യൗവനത്തിലെ ഭക്തി, വിവാഹം നിശ്ചയിച്ച നാളിലെ സ്നേഹം. ദൈവത്തിന് ഓർമ്മയുണ്ട്, നമുക്ക് ഓർമ്മയില്ലേലും ദൈവത്തിന് നല്ല ഓർമ്മയാ. ദൈവത്തിന് സ്തോത്രം. ആരംഭകാലങ്ങളിലൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന അനുഭവം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇക്കാലങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമായി നൽകി. ഇന്ന് ആത്മനിറവൻ ജീവിതം നഷ്ടപ്പെട്ടു. ആത്മാവിലുള്ള ആരാധന കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ചതുപോലെ ഹാബേൽ വിശ്വാസത്താൽ ഉത്തമമായ ഒരു യാഗം എന്ന് പറഞ്ഞാൽ, വിശ്വാസമുള്ള ദൈവമക്കൾ യഹോവയുടെ പാദപീഠത്തിങ്കൽ, സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ, യേശുവിന്റെ പാദത്തിങ്കൽ വരുമ്പോൾ അവരുടെ ആരാധന സ്വർഗം അംഗീകരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ സുഗ്രാഹ്യമായ ഒരു യാഗമായി അവർക്ക് അർപ്പിക്കുവാൻ അവരുടെ ആരാധനയിൽ വിശ്വാസമുണ്ട്. അതുപോലെ ആരാധനയിൽ അഭിഷേകവും ദൈവശക്തിയും ഉണ്ടാകും. ദൈവസ്നേഹത്തിന്റെ പ്രദർശനമാണ് ആരാധന എന്ന് പറയുന്നത്. ഒരനുഭവമാകട്ടോ ദൈവസ്നേഹത്തിന്റെ പ്രദർശനം. പണ്ടൊരിക്കലൊരു പിതാവ് നമ്മുടെ ഒരു സഭയില്, ഒരിക്കലൊരു പപ്പച്ചൻ പണ്ടുകാലത്താണ് ആത്മാവിനിറഞ്ഞ്, ആത്മനിറവിന്റെ ഇടയ്ക്ക് ഇന്നത്തെ പോലുള്ള നല്ല ആരാധന ഹോളൊന്നുമില്ല, ഷീറ്റോ ഓടോ ഒക്കെ ഇട്ടിട്ട് ഇടയ്ക്കൂടെ ഇങ്ങനെ ഉത്തരവും കഴുക്കോലും ഒക്കെ ഉള്ള ഒരു പഴയ ആരാധന ഹോളിൽ ഒരു അപ്പൻ ആത്മാവ് നിറഞ്ഞ ഒറ്റ ചാട്ടത്തിന് ഉത്തരത്തിന്റെ മേളിൽ കയറി അവിടെ ഇരിക്കുകയാണ്. ആത്മാവ് നിറവ് കഴിഞ്ഞപ്പോൾ ഏണി വെച്ചാണ് അപ്പച്ചനെ താഴെ ഇറക്കിയത്. ഉണർവ് കൂടുമ്പോൾ അങ്ങ് ആ ഒരു നിലയിലൊക്കെ പോയവർ പോലും ഉണ്ട് നമ്മുടെ ഇടയിൽ. ഇക്കാലത്ത് ദൈവത്തിന് സ്തോത്രം, അനങ്ങണമെങ്കിൽ വലിയ ക്രെയിൻ വല്ലതും കൊണ്ടുവന്നാൽ പോലും അനങ്ങുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മനിറവില്ല, ദൈവശക്തിയില്ല, ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നില്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ആരാധനയില്ല, ദൈവശക്തിയുടെ പ്രദർശനമില്ല, ദൈവസ്നേഹത്തിന്റെ പ്രദർശനം അനുഭവിപ്പാൻ കഴിയാതെ മുൻപോട്ട് പോകുന്ന അവസ്ഥ. വിശുദ്ധ വേദത്തിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യരോട് മൊത്തത്തിൽ ഇസ്രായേലിനോട് പറയുന്നത് പ്രാവചനികമായിട്ടാണെങ്കിൽ ഇത് നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. ദൈവം പറയുകയാണ്, വിവാഹം നിശ്ചയിച്ച നാളിലെ സ്നേഹം.
കുടുംബജീവിതങ്ങളിലേക്കൊക്കെ പോകുന്നവർ കണ്ടിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. വിവാഹം നിശ്ചയിച്ച് ആ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ എന്തൊരു സ്നേഹം, എന്തൊരു ചേർച്ചയാണെന്നറിയാം. ദൈവത്തിന് സ്തോത്രം. കൈയൊക്കെ പിടിച്ച് ആദ്യ നാളുകൾ നടക്കുകയുള്ളൂ. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയോട് പറയും, നീ ആദ്യത്തെ ബസ്സിന് പോക്കോ, ഞാൻ പുറകെ വന്നേക്കാമെന്ന് പറയൂ. ആദ്യ നാളിൽ എന്തൊരു സ്നേഹമാണെന്നറിയാമോ? കാലങ്ങൾ കഴിയുമ്പോൾ സ്നേഹം നഷ്ടപ്പെടുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുന്നു, ചേർച്ചയില്ല, ഐക്യത നഷ്ടപ്പെടുന്നു. ആ ഒരു സാദൃശ്യമൊക്കെ ഉൾപ്പെടുത്തി പറയുക. ആരംഭകാലത്തിലെ ഭക്തി, യൗവനകാലത്തിലെ ഭക്തി. ആത്മീകത്തിലൊരു യൗവനം, വാർദ്ധക്യമില്ല കേട്ടോ. ആത്മീക ജീവിതത്തില് വാർദ്ധക്യമില്ല, യുവത്വമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നും അഭിഷേകമുള്ളവർക്ക് യുവത്വം. ആത്മനിറവൻ ജീവിതത്തിൽ യുവത്വമേ ഉള്ളൂ, വാർദ്ധക്യമില്ല. ആത്മീക ജീവിതത്തിൽ വയസ്സന്മാരുമില്ല, വയസ്സികളുമില്ല. അതുകൊണ്ടാണ് കറ ചുളുക്കമൊന്നുമില്ലാത്തതെന്ന് ദൈവജനം പറയുന്നത്. ചുളുക്കമില്ല. പ്രായമൊക്കെ ആകുമ്പോൾ ആളുകളെ കണ്ടിട്ടില്ല, തൊലിയൊക്കെ ചുളുങ്ങി പോകുന്നത്. അതൊക്കെ പുറമേ ഉള്ളവന്റെ, മൺമയന്റെ. എന്നാൽ അകമേ ഉള്ളവന്, ആത്മമനുഷ്യന്, ഒരുവന്റെ ഉള്ളിലെ അകം മനുഷ്യന് ചുളുക്കമില്ല, പ്രായം കൂടുകയില്ല. അനുഭവത്താൽ അവർ ശക്തരായി തീരുകയല്ലാതെ നാളുകൾ കഴിയുമ്പോൾ വയസ്സാകുന്നില്ല. ആത്മീക ജീവിതത്തിൽ യുവത്വം മാത്രം. എന്നും 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 എപ്പോഴും എല്ലാ കാലത്തും അത് മാത്രം നിലനിർത്തിക്കൊണ്ടു പോകുന്ന അനുഭവം, യൗവനത്തിലെ ഭക്തി. അടുത്തത് വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും. അത് ഞാൻ ഓർക്കുന്നു. ഇത് ഇന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട നാളിലെ സന്തോഷം ഇന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറയിപ്പിക്കട്ടെ. ക്ഷമിക്കണം, ദൈവത്തിന് സ്തോത്രം. ആത്മനിറവ് പ്രാപിച്ച നാളിലെ സന്തോഷമുള്ളവര് ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ എത്ര പേര് പറയും? പണ്ടിരിക്കുക ഒരാളോട് ഹല്ലേലൂയ പറയാൻ പറഞ്ഞപ്പോൾ കൈ ഉയർത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലും വയ്യ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പലരുടെ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലും വയ്യ എന്നുള്ള അവസ്ഥയിലേക്കായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആരംഭനാളിലെ ഭക്തി, ആദ്യ നാളിലെ സ്നേഹം, ആരംഭകാലങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചത്, യൗവനത്തിലെ ഭക്തി, അഭിഷേകം പ്രാപിച്ചപ്പോൾ ആത്മനിറവോടെ ദൈവത്തെ ആരാധിച്ചത്. ഇന്ന് അനുഭവമുണ്ടോ? നിലനിർത്തുന്നുണ്ടോ? ദൈവത്തിന് ഓർമ്മയുണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചായിരിക്കും അവസാനം ചോദിക്കുന്നത്. ഇതെല്ലാം ദൈവം ഓർക്കുന്നു എന്നാ പറയുന്നത്. കുറഞ്ഞുപോയോ? കരയാമോ? നിങ്ങളെ ഓർത്ത് കരയണം. നമ്മൾ നാട്ടുകാരെ ഓർത്ത് ഒത്തിരി കരയുന്നവരാ, നല്ല കാര്യമാ. പെന്തക്കോസ്തുകാരായ ദൈവമക്കൾ ദേശത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. ആരാണ് മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നത്? ഏറ്റവും നല്ല കാര്യം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. നമ്മുടെ വിശ്വാസ ഭവനങ്ങളിലൊക്കെ രാവിലത്തെ സ്തോത്രാരാധനയില് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല, സമീപത്തുള്ള വീടുകളിലൊക്കെ വേണ്ടി സ്തോത്രം ചെയ്യുക. സമീപത്ത് വാർക്കുന്ന നല്ലവരായ ദേശനിവാസികളെ, ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും സ്തോത്രം ചെയ്യുന്നവരുമാ. അത് നല്ല കാര്യം. അവരവരെ ഓർത്തുകൂടൊന്ന് കരയണം. ദൈവമക്കളെ, നമ്മളെ ഓർത്ത് കരയേണ്ട നാളുകളാണിത്. ദൈവസ്നേഹം കുറഞ്ഞു പോയില്ലേ? വിശ്വാസം നമ്മിൽ കുറഞ്ഞു പോയില്ലേ? അതോർത്ത് ദൈവസന്നിധിയിൽ കരയണോ? ഇനി സ്നേഹം കുറഞ്ഞോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? കഴിഞ്ഞ രാത്രിയിൽ വിശ്വാസം കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ചില കാര്യങ്ങളോട് നാം ചിന്തിച്ച് ബോധ്യമായി. സ്നേഹത്തിന് കുറവ് വന്നോ ഇല്ലയോ എങ്ങനെ തിരിച്ചറിയൂ? സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം. സദൃശ്യവാക്യങ്ങൾ 10-ന്റെ 12-ാമത് വാക്യം ഒന്ന് വായിച്ചാട്ടെ. പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടും. സകല ലംഘനങ്ങളെയും മൂടും. സകല ലംഘനങ്ങളെയും മൂടും. മറ്റുള്ളവരുടെ ലംഘനങ്ങൾ, കുറവുകൾ, തോൽവികൾ, പരാജയങ്ങൾ കവറപ്പ് ചെയ്യുക, മൂടിക്കളയുക. അതിനെ തുറന്നു കാണിക്കുകയല്ല, വെളിപ്പെടുത്തുകയല്ല, അതിനെ മൂടുവാൻ കഴിയുന്ന ഒരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിന്റെ പ്രത്യേകത അതാണ് മഹാപുരോഹിതൻ പഴയ നിയമകാലത്ത് സമാഗമന കൂടാരത്തിൽ യാഗപീഠത്തിന് മുൻപിൽ പൗരോഹിത്യ വസ്ത്രം ധരിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവന്റെ വസ്ത്രങ്ങളിലുള്ള പല പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന്, പുരോഹിതൻ ജനത്തിന്റെ അകർത്യത്തെ വഹിക്കണം. ജനത്തിന്റെ അകർത്യം വഹിക്കണം. ഈ കൃപായുഗത്തിൽ ദൈവം നമ്മെ പൗരോഹിത്യ വൃദ്ധമാക്കി കൊണ്ടുവന്നിരിക്കുകയാ. ദൈവത്തിന്റെ ജനമേ, ദൈവസഭയെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, യേശു നമ്മുടെ അകർത്യം മുഴുവൻ, നമ്മുടെ പാപം മുഴുവൻ, നമ്മുടെ ലംഘനങ്ങൾ മുഴുവൻ നമ്മോട് ക്ഷമിച്ച് അവൻ നമ്മോട് പൊറുത്തുവെങ്കിൽ മറ്റുള്ളവരുടെ ലംഘനങ്ങളെ നിങ്ങൾ മൂടുമോ അതോ തുറന്നു കാണിക്കുമോ? ദൈവത്തിന് സ്തോത്ര. സ്നേഹം കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇതിലൂടെ ബോധ്യമാകും. ദൈവത്തിന് സ്തോത്ര. സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടിക്കളയും. കാൽവറി മലമടക്കിൽ നമ്മൾ കണ്ട കാഴ്ച, കാണുന്ന കാഴ്ച അത് തന്നെയാകുന്നു. സ്നേഹം ലംഘനങ്ങളെ മൂടും. മറ്റുള്ളവരുടെ കുറവുകളെ വഹിപ്പാൻ കഴിയാതെ നമ്മൾ അതിനെ തുറന്നു കാണിക്കുന്നവരായി തീരുന്നുവോ, നമ്മെ ഓർത്ത് നാം കരയേണ്ട നാളുകൾ വന്നിരിക്കുകയാണ്. ഇന്ന് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയാതെ മുൻപോട്ട് പോവുകയാ. ഇനി എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. പൂർണ്ണ
പൂർണ്ണ സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം. പൊറുക്കണമെന്ന ദൈവത്തിന് സ്തോത്രം. ക്ഷമിക്കണം, വഹിക്കണം. അത് സ്നേഹമുണ്ടെങ്കിലേ കഴിയുള്ളൂ. മഹാനായ ഒരു കവി ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. ഈ ഭൂമിയിൽ ഏറ്റവും അധികം ശക്തമായ ദൃഢമായ ബന്ധം നിലനിർത്തി മുൻപോട്ട് നഷ്ടമില്ലാതെ മുറിവില്ലാതെ മുൻപോട്ട് പോകുന്ന ഒരു അനുഭവം സ്നേഹമാകുന്നു. അതില്ലാതെ ലോകത്തിന് നിലനിൽപ്പില്ല. ഈ ഭൂമിക്ക് സ്നേഹമില്ലാതെ നിലനിൽപ്പില്ല. എന്തേ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ളതായ അരാജകത്വങ്ങൾ വർദ്ധിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ സ്നേഹത്തിന്റെ കുറവാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ഇടയിൽ ഈ സ്നേഹമുണ്ടോ? മനുഷ്യന്റെ ഇടയിൽ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ, ഇതെല്ലാം വൈരാഗ്യവും അതേ വക്രതയും ഒക്കെ നിറഞ്ഞു പോകുക. മൃഗങ്ങളുടെ ഇടയിലൊക്കെ എന്തോ ഒരു വലിയ സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത കാലത്ത് ഞാൻ മറയൂര് പോയ സമയത്ത് മറയൂർ ചന്ദനമരക്കാടിന്റെ സമീപത്തൂടെ പോയപ്പോൾ പെട്ടെന്നൊരു കാഴ്ചയുണ്ട്. ഞാൻ വണ്ടി നിർത്തി അവിടെ നിർത്തിയ സഹോദരന്മാരോട് പറഞ്ഞു, നിർത്തി അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ കുരങ്ങന്മാർ തമ്മിൽ, ആ കാട്ടിൽ നിന്നിറങ്ങി വന്ന കുരങ്ങന്മാർ തമ്മിൽ റോഡിൽ കിടന്ന് ഭയങ്കര അടി. ദൈവത്തിന് സ്തോത്രം. തിരിച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞ് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു കുരങ്ങൻ മുറിവേറ്റവനായി ഈ ഭാഗത്തു നിന്ന് ചോരയൊഴുക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു കുരങ്ങൻ ഈ കുരങ്ങനെ പിടിച്ച് ചേർത്ത് ഒരു മതിൽക്കെട്ടിന്റെ മുകളിൽ വെച്ച് ചേർത്ത് പിടിച്ചു വെച്ച് ആ മുറിവൊക്കെ ഇങ്ങനെ തലോടിക്കൊടുത്ത് മുറിവിൽ നിന്നൊഴുകുന്ന ചോര ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് നാക്കി അവനെ ആക്രമിച്ച കുരങ്ങ് മരത്തിന്റെ മുകളിൽ നിന്ന് വീണ്ടും ശബ്ദമുണ്ടാക്കി താഴോട്ട് വരാൻ തുടങ്ങുമ്പോൾ വീണ്ടും ആ കുരങ്ങിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. എനിക്ക് ഒരു സംശയം തോന്നി. ഡാർവിൻ പറഞ്ഞത് ഇതിന്റെ വംശത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്ന്. അത് കുരങ്ങന്മാരെങ്ങാനും കേട്ട് അവർ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു കളയും. ദൈവത്തിന് സ്തോത്രം. കാരണം അവർക്കെന്തൊരു സ്നേഹമാണെന്നറിയാം. ആ കുരങ്ങുകൾക്ക്, മൃഗങ്ങൾക്ക് എന്തോ ഒരു സ്നേഹം. ഇന്ന് അതുപോലും ഇല്ലാത്ത അവസ്ഥ. മനുഷ്യന് സ്നേഹമില്ല, പരസ്പരം കരുതുവാൻ കഴിയുന്നില്ല. ഉച്ചാരണ ശേഷിയില്ലാതെ അവരവരുടെ ലാംഗ്വേജിൽ സംസാരിക്കുന്ന മൃഗങ്ങൾ, പക്ഷികൾ, പറവകൾ, ജീവജാലങ്ങൾ എന്തോ ഒരു സ്നേഹത്തോടുകൂടെ ജീവിക്കുന്നു. പരസ്പരം അതേ വിധേയത്വപ്പെട്ടവരായി ജീവിക്കുന്ന മൃഗങ്ങളെ കാണുമ്പോൾ ഞാൻ അവിടെ അത്ഭുതപ്പെട്ടു. സഹോദരങ്ങളെ ഒക്കെ വിളിച്ച് കാണിച്ച് വണ്ടിയിലുണ്ടായിരുന്നവരെ എന്തോ ഒരു അത്ഭുതമായ കാഴ്ച. അത് പകർത്തിയെടുക്കുവാൻ പറ്റിയ ക്യാമറയോ ഉപകരണങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല വീഡിയോഗ്രാഫിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളോടും ഉണ്ടായിരുന്നു. എത്ര നല്ല കാഴ്ച. കണ്ണു നിറഞ്ഞു പോകൂ. ദൈവത്തിന് സ്തോത്രം. ഒരു കുരങ്ങന്റെ ശരീരത്തിലേറ്റ മുറിവിൽ കൂടെ ഒഴുകുന്ന ചോര, ആ ചോരപ്പാടുകൾ തൊട്ടു തുടച്ചവനെ തലോടി ഒഴുകി വരുന്ന ചോരയെടുത്ത് നക്കി കുടിച്ച് മുഖത്ത് തലോടി സ്നേഹം പ്രകടിപ്പിക്കുന്ന മൃഗങ്ങൾ. മനുഷ്യവർഗമേ, കുരങ്ങന്മാരുടെ മുമ്പിൽ പോലും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയിൽ ലോകം വന്നെത്തി നിൽക്കുകയാ. മനുഷ്യർ കിരാതന്മാരാകുന്നു, ഭീകരന്മാരാകുന്നു, ബന്ധങ്ങൾക്ക് വിലയില്ലാതെ മുൻപോട്ട് പോകുന്നു. എന്തിനേറെ പറയണം, ആധ്യാത്മിക ലോകത്തിൽ ആത്മീകരെന്ന് പറയുന്നവർക്ക് പരസ്പരം ക്ഷമയില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ക്ഷമിപ്പാൻ കഴിയുന്നില്ല, ഭർത്താവിന് ഭാര്യയോട് ക്ഷമിപ്പാൻ കഴിയുന്നില്ല. ഒരു വാക്കിന് മക്കളോട് മാതാപിതാക്കൾക്ക് ക്ഷമയില്ല, മാതാപിതാക്കളോട് മക്കൾക്ക് ക്ഷമയില്ല. പരസ്പരം വിധേയത്വമില്ലാതെ ക്ഷമിപ്പാൻ കഴിയാത്ത ഹൃദയവുമായി മുൻപോട്ട് പോകുന്നവർ ഇന്ന് രാത്രി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പാപത്തിന്റെ ഭയാനകമായ കെട്ടിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കഴിയുന്നത്. ഇന്ന് രാത്രി ആ അവസ്ഥകളെ വിട്ടെറിഞ്ഞ് യേശുനാഥൻ കാൽവറിയിൽ കാണിച്ച ആ സ്നേഹത്താൽ ഹൃദയം നിറഞ്ഞ് മറ്റുള്ളവരെ മനഃപൂർവ്വമായി സ്നേഹിക്കാമെന്നുള്ള തീരുമാനം ദൈവസന്നിധിയിലെടുക്കാമോ? യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നീ മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കണം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം, പരസ്പരം ക്ഷമിക്കണം. ദൈവസ്നേഹമുണ്ടോ? പരസ്പരം ക്ഷമിപ്പാൻ കഴിയും, പരസ്പരം വഹിപ്പാൻ കഴിയും, പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ കഴിയാതിരുന്നോ? കുടുംബജീവിതങ്ങളിൽ സഹോദരങ്ങളെ കഴിയാതെ പോയോ? ഭർത്താവിനോട് ക്ഷമിപ്പാൻ കഴിയാതെ പോയോ? ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലർക്കും അത് കഴിയത്തില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. കോപം. ദൈവത്തിന് സ്തോത്രം. ഭർത്താവ് കോപിക്കുമ്പോൾ ഭാര്യ ക്രോധത്തോടുകൂടെ നിൽക്കുകയാണ്. ഭർത്താവ് 100 ഡിഗ്രി തിളയ്ക്കുമ്പോൾ ഭാര്യ 110 ഡിഗ്രി തിളയ്ക്കുകയാണ്. പിന്നെ അവിടെ അങ്ങനെ സമാധാനം ഉണ്ടാകും? അവിടെ ആകെ പുകയും ആവിയും നീരാവിയും പിന്നെ കുറെ കഴിയുമ്പോൾ എല്ലാം ഇല്ലാതെ പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരാൾ അല്പം കോപിച്ചോ ഇടറിയോ നിന്നാൽ മറ്റേ ആളങ്ങ് സൈലന്റ് ആയാട്ടെ. ദൈവത്തിന് സ്തോത്രം. കുടുംബജീവിതമൊക്കെ ഭദ്രതയോടെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കഴിയൂ. സൗമ്യതയുടെ ആത്മാവിൽ സഹിക്കുകയും വഹിക്കുകയും ചെയ്തൊക്കെ മുൻപോട്ട് പോകണം. അതിനെക്കുറിച്ച് പറയുമ്പോൾ ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രധാനമായി ഉദാഹരണമായി പറയുവാൻ കഴിയുന്ന ഒരു മനുഷ്യനുണ്ട്, സോക്രട്ടീസ് ആണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം വലിയ സൗമ്യനായിരുന്നു ചരിത്രം പറയുന്നത്. തന്റെ ഭാര്യയോ
ഭയങ്കര കലഹക്കാരിയും. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്. രാവിലെ നേരം വെളുത്ത് സൂര്യവെളിച്ചം അടിച്ചാൽ ചന്ദ്രൻ ഉദിച്ചു കയറി വന്നാലും ഇവളുടെ കലഹം തീരത്തില്ല. അങ്ങനെ ഒരു സാധനം. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്ന സമയം തുടങ്ങി ഇവളിങ്ങനെ ചലിച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോക്രട്ടീസ് ആണോ, വായിക്കകത്ത് നാക്കുണ്ടോ എന്ന് പോലും തോന്നുകയില്ല. മൗനമായി ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഉച്ച കഴിഞ്ഞ് 2 മണിയായി. 2 മണിയായപ്പോഴും ഇയാളൊന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് ഇയാളുടെ അടുക്കിലോട്ട് വന്ന് എന്താടോ താൻ മിണ്ടാത്തതെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മുറ്റത്തോട്ട് പോയി ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് കൊണ്ടുവന്ന് സോക്രട്ടീസിന്റെ തലയിലേക്ക് ഒഴിച്ചു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയാമോ? അയ്യോ, ആശ്വാസമായി. ദൈവത്തിന് സ്തോത്രം. രാവിലെ മുതൽ ഇടിയും മുഴക്കവും മിന്നലും ഒക്കെ ഉണ്ടായപ്പോഴേ എനിക്കറിയാം ഉച്ച കഴിഞ്ഞൊരു മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഏതായാലും മഴയും പെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർക്ക് വല്ല അനുഭവം ഉണ്ടെങ്കിൽ അവരെ പിന്നെ വല്ല പുഷ്പഗിരിയിലോ അല്ലെങ്കിൽ വല്ല മുത്തൂറ്റിലോ വല്ല നോക്കിയാൽ മതി. കാണുകയല്ല പിന്നെ. ദൈവത്തിന് സ്തോത്രം. സ്നേഹം, സൗമ്യത, സഹിഷ്ണുത, പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഹൃദയം എത്ര പേർക്ക് കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളുവാൻ? സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഇതിൽ കുറവ് സംഭവിച്ചോ കരയേണ്ടതായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ കരയണ്ടയോ സഹോദരിമാരെ? ഒത്തിരി കരയണ്ടായോ സഹോദരന്മാരെ? അതിനേക്കാൾ കൂടുതൽ കരയണ്ടായോ? അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കുവാൻ കഴിയാതെ പോയ അവസ്ഥകൾ വന്നിട്ടില്ലേ? കർത്താവിന്റെ വേലക്കാരായ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയുള്ള കരയേണ്ട അവസ്ഥകൾ ഉണ്ട്. ഞങ്ങളും അത് സമ്മതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരസ്പരം വഹിക്കുവാൻ, ക്ഷമിപ്പാൻ, ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഹൃദയം അത് ദൈവസ്നേഹത്താൽ മാത്രം. ഇതിന് കുറവ് വരുമ്പോൾ നാം അറിയണം ദൈവസ്നേഹത്തിന്റെ കുറവാണ്, അല്ലാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പൂർണ്ണതയല്ല. പരസ്പരം വഹിപ്പാൻ, ക്ഷമിപ്പാൻ കഴിയുന്ന ഒരനുഭവം സ്നേഹത്താൽ. ഇനി മറ്റൊന്ന്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവവചനം പറയുന്നു സ്നേഹം. അതിന്റെ അവസാന ഭാഗം മാത്രം ഒന്ന് വായിച്ചോട്ടെ. സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. സ്നേഹം ആത്മീക വർധന വരുത്തുന്നു. ഒരു ദിവസം നമ്മൾ എത്രയോ സംഭാഷണത്തിൽ ഇടപെടുന്നവരാണ്. നിങ്ങളുടെ സംഭാഷണത്തിൽ മറ്റുള്ളവർക്ക് ആത്മീക വർധന ഉണ്ടോ? ഇത് നാം നന്നായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരം, ദൈവമക്കൾ തമ്മിലുള്ള സംസാരം, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആത്മീക വർധന വരുത്തണം. അല്ലാതെ ആത്മീയം കെടുത്തിക്കളയരുത്. അങ്ങനെയുള്ള സംഭാഷണങ്ങളല്ല നമുക്ക് വേണ്ടത്. സ്നേഹമോ ആത്മീക വർധന. ഇതിന് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം അറിയണം ദൈവസ്നേഹത്തിൽ കുറവ് വന്നവരായി നാം തീർന്നിരിക്കുന്നു. ദൈവസ്നേഹത്തിൽ കുറവ് വന്നവരായി ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്നേഹം നമ്മിൽ കുറയുമ്പോൾ ലംഘനങ്ങൾ തുറന്നു കാണിക്കുവാനിടയാകും. മറ്റുള്ളവരുടെ തെറ്റുകളെ നാം മറക്കുവാനും പൊറുക്കുവാനും കഴിയാതെ മുൻപോട്ട് പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ആത്മീക വർധന വരുത്തുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സകലതും ക്ഷമിപ്പാൻ, സകലതും സഹിപ്പാൻ. ഇതല്ലേ നമ്മൾ കാൽവറിയിൽ കണ്ടത്? 1 യോഹന്നാൻ 3-1-ാം വാക്യത്തിൽ കാൺമീൻ എന്ന് പറയുന്ന വാക്യത്തിൽ എത്ര വലിയ സ്നേഹം! ഏതാണ് ആ സ്നേഹം? അതാണ് കാൽവറിയിൽ കണ്ട ദൈവസ്നേഹം. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു താണലോകത്തിൽ വന്ന് കാൽവറി ക്രൂശിൽ 3 ആണികളിൽ മേൽ കിടന്ന് എലോഹീം എലോഹീം ലമ്മാ ശബക്താനി എന്നലറിക്കരഞ്ഞവൻ പ്രാണനെ വിടുമ്പോൾ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം കാണിച്ച സ്നേഹത്തിന്റെ പൂർണ്ണതയത്രേ യേശുവിന്റെ കാൽവറി. ആ കാൽവറിയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? ആ കാൽവറി മലമുടക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രാരംഭത്തിൽ നാം കേട്ടതുപോലെ കാൽവറി കാണുവാൻ സീനായി മലയിലോ ഒലിവ് മലയിലോ അല്ലെങ്കിൽ ആ ഗാൽഗൂഥാ മലമുകളിലോ ഒക്കെ പോയത് കൊണ്ട് പോയി കണ്ടു എന്ന് പറയാം, ഫോട്ടോ എടുത്തുകൊണ്ട് വരാം, അത്രയൊക്കെ ഉള്ളൂ. ഈ അടുത്ത സമയത്ത് അവിടെ പോയ ഒരാള് യേശുവിന്റെ തലയിലടിച്ച മുള്ളാണെന്ന് പറഞ്ഞ് ചില മുള്ളുകൾ കൊണ്ട് എന്നെ കാണിച്ചു. ആ വർഗത്തിൽപ്പെട്ട ചെടിയിൽപ്പെട്ട മുള്ളുകളാണ്. ഞാൻ നോക്കിയപ്പോ കൊള്ളാം, ഏതാണ്ട് 3-3.5 ഇഞ്ച് നീളമുള്ള നല്ല വളഞ്ഞ് ഇരുമ്പ് കമ്പിയേക്കാൾ ബലമുള്ള കനത്ത മുള്ളുകൾ. ദൈവത്തിന് സ്തോത്രം. ഇതും കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്നാ കാര്യം? ഈ മുള്ളങ്ങാണ് ഇദ്ദേഹത്തിന്റെ ഇതിയാന്റെ പുറത്തോ അല്ലെ തലയിലൂടെ ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളെ പിന്നെ ജീവനോട് കിട്ടുകയില്ല. കണ്ടു എന്ന് പറയാം, കേട്ടു എന്ന് പറയാം, പക്ഷേ അതിന്റെ അനുഭവം എന്ന് പറയുന്നത് അത് ഹൃദയത്തിലേക്ക് വരണം. കാൽവറി എന്ന് പറഞ്ഞാൽ എന്താ? ലോകരക്ഷിതാവ് മനുഷ്യന് വേണ്ടി നിന്നുകൊടുത്തു. അടിയേൽക്കുവാൻ, തകർക്കപ്പെടുവാൻ കൈകൾ ആണികൾക്ക് കൊടുത്തു, കാലുകൾ ആണികൾക്ക് കൊടുത്തു, തല മുൾക്കിരീടത്തിനായി കൊടുത്തു, അവന്റെ മുഖം തുപ്പലും നിന്നയ്ക്കും കൊടുത്തു, അവന്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കുവാൻ കുന്തത്തിന് കൊടുത്തു, അവന്റെ പുറത്തേക്ക് ചാട്ടവാർ വീഴുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. ലോകത്തിലെ മനുഷ്യന്റെ സകല പാവവും പേറി ക്രൂശും വഹിച്ചുകൊണ്ട് അവൻ കാൽവറിയിലേക്ക് കടന്നുപോയി. അതത്രേ ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹം.
യേശു ലോകത്തിൽ വന്നു, കാൽവറിയിൽ ബലിയായി തീർന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടായി, അടിക്കപ്പെട്ട പാറയായി, പിളർക്കപ്പെട്ട പാറയായി, അർപ്പിക്കപ്പെട്ട യാഗമായി അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ ബലിയായി തീർന്നപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം, മഹാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് ലോകം ഇന്ന് പലതിനെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താജ്മഹൽ, പിസ, ഗോപുരം, കുത്തം മീനാർ എന്നൊക്കെ പറഞ്ഞ അത്ഭുതങ്ങളെ ചൂണ്ടുമ്പോൾ ലോകത്തിലെ ശാസ്ത്രമേ, ലോകത്തിലെ മനുഷ്യവർഗമേ, ഞങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാം. അതിനെ കണ്ടിക്കാമോ? ലോകത്തിൽ ഇത്ര വലിയൊരു അത്ഭുതം, മഹാത്ഭുതങ്ങളിൽ അത്ഭുതമായി ലോകത്തിലെ മനുഷ്യന്റെ ചരിത്രത്തില്, ഉലക ചരിത്രം പഠിച്ചു നോക്കിയാൽ ഇത്ര അത്ഭുതമായ ഒരു അനുഭവം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ കടന്നുപോയ യേശുനാഥ് ശരീരമാണികൾ കേൾപ്പിക്കുമ്പോൾ ഇരുവശത്ത് കള്ളന്മാരുടെ നടുവിൽ കൊടൂര കുറ്റവാളിയെ പോലെ പീഡനങ്ങൾ സഹിപ്പാൻ നിന്നുകൊടുത്ത് അവൻ മരിക്കുമ്പോൾ അവനെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അവനെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ക്ഷമിപ്പാൻ പിതാവിനോട് പ്രാർത്ഥിച്ച ഒരു അത്ഭുതം ലോകത്തിൽ എവിടെയുണ്ട്? യേശുവിന്റെ മാർഗമല്ലാതെ മറ്റൊരനുഭവം ഉലകത്തിലില്ലവേ ഇല്ല. അതാണ് സ്നേഹം. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയായി ദൈവസ്നേഹത്തിന്റെ പര്യായ പദങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ, ഒറ്റ വാക്കിൽ ഒരു ചിത്രമായി വരച്ചു കാണിച്ചാൽ, ഈശോയുടെ കാൽവറി എത്ര അത്ഭുതമാണ്. രക്തമൊഴുകുന്ന രൂപം, തകർക്കപ്പെട്ട രൂപം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരെ വിളിച്ചു പറഞ്ഞു, ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവരെന്റെ നേരെ അലറിയോ. ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. പ്രവാചകനായ യെശയ്യാവ് യേശുവിന്റെ ജനനത്തിന് 7 ശതകങ്ങൾക്കപ്പുറം പറഞ്ഞു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപനായി. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അല്ല, ലോകത്തിലെ മുഴുവനവജാതിക്ക് വേണ്ടി. അതത്രേ സ്നേഹത്തിന്റെ പൂർണ്ണത. ഒരു നിമിഷം ആ കാൽവറി ഒന്ന് ധ്യാനിക്കാമോ? സ്നേഹിത, സഹോദര, ഒരു വാക്കിന് ക്ഷമിപ്പാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണോ? മറക്കുവാനും പൊറുക്കുവാനും കഴിയാത്ത അവസ്ഥയാണോ? ഒരു നിമിഷം ആ കാൽവറിയിലേക്കൊന്ന് പോയാൽ എത്ര അത്ഭുതം. ഇന്ന് രക്തം നിന്റെ അടുക്കലേക്ക് ഒഴുകി വരുന്നില്ലേ? നിന്നെ ശുദ്ധീകരിപ്പാൻ, നിന്റെ പാപങ്ങളെ കഴുകുവാൻ, നിന്റെ രോഗത്തിന് സൗഖ്യം തരുവാൻ ആ കാൽവറി ഇന്നും മതിയായതല്ലേ? നിന്റെ അടുക്കലേക്ക് ഒഴുകി വരുന്ന രക്തത്തിന്റെ ശക്തി, പാപമില്ലാത്ത രക്തം, പരിശുദ്ധമായ രക്തം, പുണ്യാഹ രക്തം, ഇന്ന് രാത്രിയിൽ മനുഷ്യവർഗത്തിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിപ്പാൻ നിന്നോട് ക്ഷമിക്കുന്ന യേശുവിന്റെ രക്തം, നിന്നോട് സംസാരിക്കുന്ന യേശുവിന്റെ രക്തം, നിന്നെ മാറ്റുന്ന യേശുവിന്റെ രക്തം. ക്രൂശ് ലോകത്തിലെ മനുഷ്യൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതകരമായ സ്നേഹം. ഭക്തൻ അതിനെ കുറിച്ച് പ്രകാരം പാടുകയുണ്ടായി, കാൽവറി ക്രൂശിൽ കാണുന്ന സ്നേഹം ആരാൽ ഗ്രഹിക്കാം? ആ മഹൽ സ്നേഹം അതൻ ജീവിത ആശയേ ആരാൽ ഗ്രഹിക്കാം? ആ മഹൽ സ്നേഹം അതൻ ജീവിത ആശയേ. ഗോൽഗൊത്ത മലമുകളിൽ കാൽക്കരമെനിക്കായി നീ തുളച്ചുവല്ലോ. ഗോൽഗൊത്ത മലമുകളിൽ കാൽക്കരമെനിക്കായി നീ തുളച്ചുവല്ലോ. ഞാൻ ഘോര പാപങ്ങളെ കാരുണ്യനേ നിന്നിരുവേനിയതിൽ കാണുന്നു. ഞാൻ ഘോര പാപങ്ങളെ കാരുണ്യനേ ധ്യാനിച്ച് പാടിയാട്ടെ, ചേർന്ന് പാടിയാട്ടെ. ഓ കാൽവറി ക്രൂശിൽ കാണുന്ന സ്നേഹം ആരാഗ്രഹിക്കാം? സ്നേഹം അത് ജീവിത ആരാഗ്രഹിക്കാം? സ്നേഹം അത് അറിയാവുന്നവരെ ചേർന്ന് ധ്യാനിച്ച വരികൾ പാടിയാട്ടെ. സകലവും നിവർത്തിച്ചു ക്രൂശിൽ ഞാനനുസരണത്തിൽ തികഞ്ഞിടുവാൻ. സകലവും നിവർത്തിച്ചു
നിറച്ചുവല്ലോ രക്തവും ജലവും. ഹല്ലേലൂയ. കാൽവറിയേ ജയം. എന്നെയും ആ ജീവനാൽ നിറഞ്ഞവർ ചേർന്ന് പാടിയാട്ടെ. കാൽവറി കാണുന്ന സ്നേഹം ആരാധിക്കാം. ആ മഹസ്നേഹം അത് ജീവിത ആശ്രയി. ആരാധിക്കാം. ആ മഹസ്നേഹം അത് ജീവിത. ഒരിക്കൽ കൂടെ ചേർന്ന് കാൽവറി ക്രൂശിൽ കാണുന്ന സ്നേഹം. കാൽവറി ക്രൂശിൽ കാണുന്ന സ്നേഹം ആരാധിക്കാം. ആ മഹസ്നേഹം അത് ജീവിത ആശ്രയി. ആരാധിക്കാം. ആ മഹസ്നേഹം അത് ജീവിത ആശ്രയി. ആരാധിക്കാം. ആ മഹസ്നേഹം അത് ജീവിത ആശ്രയി. ഇന്ന് രാത്രി വേളയിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വെടിഞ്ഞ് താണലോകത്തിലിറങ്ങി വന്ന് മൂന്നാണികളിൽ മേൽ തൂങ്ങി അവസാന തുള്ളി രക്തവും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒഴുക്കി തന്ന് ജീവന്റെ നിറവ് പ്രാപിച്ച് ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഞാനും നിങ്ങളും വരുവാൻ സ്വർഗം നമ്മോട് കാണിച്ച സ്നേഹത്തിൽ സന്തോഷമുള്ള ദൈവമക്കൾ, ആ സ്നേഹത്താൽ ജീവൻ പ്രാപിച്ച ദൈവമക്കൾ, ഇന്നും അതിൽ നിലനിൽക്കുന്നവർ, നിലനിൽപ്പാൻ ആഗ്രഹിക്കുന്നവർ ചേർന്ന് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ രാത്രിയിലും ആ സ്നേഹം നമ്മിലേക്ക് വരിക. കുറഞ്ഞു പോയോ? യേശു നമ്മോട് കാണിച്ച സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ടേ? അത് കുറഞ്ഞു പോയെങ്കിൽ നാം നമ്മെ ഓർത്ത് കരയേണ്ടവരായി തീരണം. വീണ്ടും നാം ദൈവവചനത്തിൽ വരുമ്പോൾ പൊതുവായി ഒരു സമൂഹം എന്നുള്ള നിലയിൽ നാം പലപ്പോഴും കരയേണ്ടതായ മറ്റു ചില സാഹചര്യങ്ങൾ കൂടെ നമ്മുടെ മുൻപിലുണ്ട്. ഉദാഹരണമായി ഒരു കാര്യം പറയാം. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ചോട്ടെ. എസ്തേർ 4:3. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. മഹാദുഃഖം, ഉപവാസം, കരച്ചിൽ, വിലാപം. കാരണം രാജ്യ നിയമം മാറി. രാജ്യത്തിന്റെ നിയമങ്ങൾ മാറി വരുന്നു. അവരെന്താ ചെയ്തത്? ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പോയി. സുപ്രീം കോടതിയിൽ ഹർട്ട് ഫയൽ ചെയ്തില്ല. അവർ ചെയ്തു, കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. രാജകീയ നിയമങ്ങൾ മാറിയപ്പോൾ ദൈവജനം അന്നവിടെ കരഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം പാർക്കുന്നത് ഈ ഭൂമിയിലാണെന്ന് ഓർമ്മ വേണം. ചിലരുടെ ചിന്ത കണ്ടാൽ അവർ പാരഡൈസിലാണെന്ന് തോന്നിപ്പോകും. സ്വർഗത്തിൽ വസിക്കുന്ന പോലെയാ പലരും പോകുന്നല്ല. ഈ ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. ഓർത്തുകൊള്ളണം. നിയമമൊക്കെ മാറി വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നില്ലേ? കാതുകളിൽ കേൾക്കുന്നില്ലേ? നിമിഷങ്ങൾക്കുള്ളിൽ എത്ര ഭയങ്കരമായ രീതിയിൽ രാജ്യ നിയമങ്ങൾ മാറുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ വർഷം നവംബർ മാസം ദൈവത്തിന് സ്തോത്രം പെട്ടെന്ന് ലോകത്തെ, നമ്മുടെ ഭാരതത്തില് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ പിൻവലിച്ചപ്പോൾ ആളുകൾ ഓടിയ ഓട്ടത്തിന് കൈയും കണക്കുമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കാൻ അന്ന് രാത്രി ഞാനൊരു കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ടൂത്ത് പേസ്റ്റും ഇല്ല, നിങ്ങളുടെ പൈസ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. കാരണം അവരാരും പൈസ എടുക്കുന്നില്ല. അന്നാ ഞാൻ മനസ്സിലാക്കി എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആ തീവ്രത എത്ര ആയിരിക്കും, എത്ര ഭയങ്കരമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. കാശുണ്ടെങ്കിൽ പേസ്റ്റും കിട്ടത്തില്ല, പിന്നെ അകത്തോട്ട് പോകാൻ ഒരു സാധനങ്ങളും കിട്ടുകയില്ല, ഗോതമ്പും കിട്ടുകയില്ല, അതുപോലെ കുടിക്കാൻ പാലോ ചായയോ കാപ്പിയോ ഒന്നും കിട്ടുകയില്ല. പണമുണ്ടാകും, ഒന്നും സാധ്യമല്ലാത്ത അവസ്ഥ. നിയമങ്ങൾ മാറിത്തിരിഞ്ഞ് വരികയാണ്. ദൈവജനമേ, നാം ചെയ്യേണ്ടത് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ദൈവസഭകൾ ചെയ്യേണ്ടത് അതാ. ദൈവസന്നിധിയിൽ നിന്ന് ഉപവസിച്ചുകൊള്ളണം, കരഞ്ഞുകൊള്ളണം, പ്രാർത്ഥിച്ചു
ശ്രദ്ധിച്ചുകൊള്ളണം. ഇന്ന് അതൊന്നും ആളുകൾക്ക് വിഷയമല്ല. സഭകളിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്, ബുധനാഴ്ചയും ശനിയാഴ്ചയും. എത്ര സഭയിലുണ്ട് ആള് വരുന്നത്? വെണ്ണിക്കുളം സഭയിൽ എല്ലാവരും ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ വരാറുണ്ടോ? വീട്ടിലിരുന്ന് വെറുതെ വല്ലതും പറഞ്ഞുകൊണ്ടിരുന്നാലും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരികയില്ല. മധ്യ തിരുവിതാംകൂർ അല്ലേ ഇത്? ആത്മീകത്തിന്റെ പാരമ്പര്യം ഇങ്ങനെ മുളച്ചു നിൽക്കുന്ന സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. ബന്ധുക്കോസ് എന്താണെന്ന് ഇവിടെ ഉള്ളവരെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർ നമ്മളെ പഠിപ്പിക്കൂ. അതാണ് ഇവിടുത്തെ അനുഭവം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓർത്തു നോക്കിയേ, പ്രാർത്ഥനയുണ്ടോ? ഉപവാസമുണ്ടോ? ഉപവാസം. ദുഃഖമുണ്ടോ? വിലാപമുണ്ടോ? ഇനി ഇതെല്ലാം നമ്മെ വിട്ടുപോയി. ഒരു കാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഉപവസിച്ചെങ്കിലേ ആഹാരം കിട്ടൂ, പ്രാർത്ഥിച്ചെങ്കിലേ ആഹാരം കിട്ടൂ, കരഞ്ഞെങ്കിലേ വസ്ത്രം കിട്ടൂ. ഇന്നിപ്പോൾ അതൊന്നും വിഷയമല്ല. ചിലരുടെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ ടെക്സ്റ്റൈൽസിനേക്കാളും തുണിയുണ്ട്. 2-3 കബോർഡ് നിറച്ചു വെച്ചിരിക്കുക. ഒരു ഷെൽഫ് മുഴുവൻ കല്യാണത്തിന്റെ തുണി, അടുത്ത ഷെൽഫ് മുഴുവൻ പെരവാസ്തുവലിയുടെ വെഞ്ചരിപ്പിന് പോകുന്ന തുണിയാ. പിന്നെ അടുത്ത ഒരു ഷെൽഫിൽ 2-3 എണ്ണേ ഉള്ളൂ പള്ളിയിൽ പോകാൻ. ബാക്കിയെല്ലാം വെഞ്ചരിപ്പും കല്യാണവും കൊല്യാണവും ഒക്കെയുള്ള പരിപാടിക്കായിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അതൊക്കെയായി ഇന്ന് പലരുടെ അനുഭവം ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഏത് വേണം? സെലക്ഷനാണ് ഇന്ന് ബുദ്ധിമുട്ട്. ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് സെലക്ഷന് ബുദ്ധിമുട്ടുന്നത് പോലെയായി ഇന്ന് പലരും സഭാരാധനയ്ക്ക് പോകുമ്പോൾ അലുമാലി തുറന്നിട്ട് സെലക്ഷന് ബുദ്ധിമുട്ട്. ഏത് വേണം? ഏത് ഉടുത്താലാണ് കൊള്ളാവുന്നത്? കൊള്ളാം, നന്നായിരിക്കുന്ന ഈ ചിന്തയാണെങ്കിൽ വളരെ കൊള്ളാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് പെന്തക്കോസ്തിന്റെ പിതാക്കന്മാർ, ആരംഭകാലത്ത് ജീവിച്ച വിശുദ്ധന്മാർ, ദൈവത്തിന്റെ ജനം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ പട്ടിണിയും പരിതാപവുമായി ജീവിച്ച കാലം നമുക്കില്ലായിരുന്നല്ലോ, ഉണ്ടായിരുന്നല്ലോ. ഇന്നതുണ്ടോ? അന്ന് ഉപവാസം ഉണ്ടായിരുന്നു, ഭക്ഷണമില്ലെങ്കിലും പ്രാർത്ഥന ഉണ്ടായിരുന്നു, വസ്ത്രമില്ലെങ്കിലും കണ്ണുനീരുണ്ടായിരുന്നു, പണമില്ലെങ്കിലും നിലവിളി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി വന്നപ്പോൾ ഭൗതികത കൂടി, ആത്മീകത കുറഞ്ഞു. അതാ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഈ കാലത്തിന്റെ ഒരു അർബുദം എന്ന് പറയുന്നത്, ആത്മീക ഗോളത്തിലെ അർബുദം എന്ന് പറയുന്നത്, ആ ഭൗതികത കൂടി ആത്മീകത കുറഞ്ഞു പോയി. കരയേണ്ട നാളുകളല്ലേ? ലോകത്തിന്റെ അവസ്ഥകളെ കണ്ട് കരയണ്ടായോ? അന്നുണ്ടായിരുന്ന ജനം, യഹൂദ ജാതി ഒന്നടങ്കം കരഞ്ഞു, അവർ വിലപിച്ചു, അവർ ഉപവസിച്ചു, അവർക്ക് മഹാദുഃഖമുണ്ടായി. ആ നിലവിളി സ്വർഗം വരെ എത്തി. മൊർദെഖായി എന്നൊരു മനുഷ്യൻ രട്ടുടുത്തുകൊണ്ട് പട്ടണത്തിന് നടുവിൽ വന്ന് പൂഴിവാരി തലയിലെറിഞ്ഞു. മൊർദെഖായി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? എ സ്മോൾ മാൻ, ഒരു ചെറിയ മനുഷ്യൻ. അതാണ് അതിന്റെ അർത്ഥം. ചെറിയ മനുഷ്യൻ എന്നാണ് മൊർദെഖായി എന്ന പദത്തിന്റെ അർത്ഥം. പക്ഷേ ഞാൻ പറയുന്നു, മൊർദെഖായി ആത്മീയരുടെ ഏറ്റവും മഹാൻ, ഏറ്റവും വലിയവൻ. കാരണം എന്തെന്നറിയാമോ? പ്രതികൂലങ്ങൾ വന്നപ്പോൾ രാജകീയ നിയമത്തെ ഭയപ്പെടാതെ പട്ടണത്തിന് നടുവോളം വന്ന് കൈപ്പോടെ തലയിൽ പൂഴിവാരിയിട്ട് പദവികളും സ്ഥാനങ്ങളും മറന്ന് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞ ഒരു വിശുദ്ധനുണ്ടോ? അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയവൻ. ഇന്ന് രാത്രി എത്ര പേർ അതിനു വേണ്ടി തയ്യാറാകും? എത്ര ദൈവമക്കൾ അതിനു വേണ്ടി തയ്യാറാകും? പ്രതിസന്ധികളുടെ മധ്യേ നിവരെ നിന്ന് ദൈവം മുൻപാകെ കരയുവാൻ, അലമുറയിടുവാൻ എത്ര പേർ സന്നദ്ധരായി തീരും? ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തീയതയ്ക്ക് പ്രതികൂലങ്ങൾ വർദ്ധിച്ചു നിന്ന കാലം, ആത്മീയരെ വേട്ടപ്പട്ടിയെ പോലെ പിടിച്ചെടുത്ത് കൊന്നൊടുക്കുന്ന കാലം, ഒരാരാധന സ്ഥലം യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയോ, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, ഒരാരാധന സ്ഥലം മുഖം മൂടിധാരികളായ ആയുധധാരികൾ വളഞ്ഞു. ആരാധനാലയത്തിനുള്ളിൽ അവർ ആയുധവുമായി ഇരച്ചു കയറി. വാതിലുകളെല്ലാം കൊട്ടിയടച്ചു. മുൻഭാഗത്ത് ഒരു വാതിൽ മാത്രം തുറന്നിട്ടു. ആത്മീക ആരാധന തകർത്തു പൊടിച്ചുകൊണ്ടിരുന്ന സകല എണ്ണത്തിന്റെ കയ്യിൽ നിന്നു വിശുദ്ധ വേദപുസ്തകർ പിടിച്ചു വാങ്ങി. ചെറിയൊരു വാതിൽ തുറന്നിട്ടു. അതിന്റെ മുമ്പിൽ കൊണ്ട് നിരത്തി വെച്ചിട്ട് പറഞ്ഞു, ജീവൻ വേണ്ടവർ ആ വേദപുസ്തകത്തെ ചവിട്ടി പുറത്തിറങ്ങി പോയിക്കൊള്ളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആത്മീകത്തിൽ അടിച്ച് തകർത്തവരൊക്കെ അന്തസ്സായിട്ട് ബൈബിളെ ചവിട്ടി ഇറങ്ങി. സ്വോത്രം 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 എന്ന് പറഞ്ഞു വലരും ഇറങ്ങി വേദപുസ്തകത്തെ ചവിട്ടിയിട്ട് ഇറങ്ങിപ്പോയി. കൊച്ചു പെൺകുട്ടി, 7-8 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഈ തിരുവെഴുത്തുകളുടെ അടുക്കിലേക്ക് നടന്നു പോകുന്നു. അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കൊച്ചു കർച്ചീഫ് എടുത്തു. ആദ്യത്തെ വേദപുസ്തകം, മഹാന്മാർ ചവിട്ടിപ്പോയ അഴുക്കുകൾ നിറഞ്ഞ പുസ്തകം അവളെടുത്ത് അതിലെ പൊടിയും അഴുക്കുകളും മണ്ണും തുടച്ചു. ആ വിശുദ്ധ ബൈബിൾ അവൾ മാറോട് ചേർത്ത് പിടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പിഞ്ചു കുഞ്ഞിന്റെ ചെറിയ ഹൃദയത്തെ തുളച്ചുകൊണ്ട് കിരാതന്മാരുടെ കയ്യിലിരുന്ന തോക്കുകൾ അലറിയപ്പോൾ, ഗർജിച്ചപ്പോൾ, വെടിയുണ്ടകൾ അവളുടെ വിരിമാറ് പിളർന്നു. ആ കൊച്ചു പെൺകുട്ടി രക്തസാക്ഷിയായി മരിച്ചു. ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ,
ഈ കാലം വിദൂരമല്ല, ഈ കാലം വിദൂരമല്ല. ഓർത്തുകൊള്ളണമേ, ഇങ്ങനെ ഒരു കാലം നമ്മുടെ മുമ്പിൽ വിദൂരമല്ല. ഇന്നത്തെ പണം നിലനിൽക്കുകയില്ല, ഇന്നത്തെ പ്രശസ്തി നിലനിൽക്കുകയില്ല, മനുഷ്യന്റെ ഇന്നത്തെ ആഭിജാത്യം നിലനിൽക്കുകയില്ല. ഇതൊക്കെ കണ്ണടച്ചു തുറക്കുമ്പോൾ പോയി പോകും. വിശ്വാസം നിലനിൽക്കും, ദൈവസ്നേഹം നിലനിൽക്കും. എത്ര പേർ പ്രതികൂലങ്ങളുടെ നടുവിൽ നിലനിൽക്കും? പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ, ദൈവത്തെ അലറി വിളിക്കുന്ന കരയുന്ന ഒരു കൂട്ടം ഭക്തന്മാർ എഴുന്നേറ്റ് നിവരെ നിൽക്കട്ടെ. പഴയ നിയമകാലത്ത് ആരാധന സ്ഥലമായിരുന്ന സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്തൊരു ധൂപപീഠമുണ്ടായിരുന്നു. ആ ധൂപപീഠം പ്രതിഷ്ഠിതരായ, പ്രാർത്ഥനയ്ക്കായി സമർപ്പിതരായ പ്രതിഷ്ഠിതരായ ദൈവഭക്തന്മാരെ വെളിപ്പെടുത്തുന്നു. അതിൽ നിന്ന് ഉയരുന്ന പുക അവരുടെ പ്രാർത്ഥന അനുഭവത്തെ വെളിപ്പെടുത്തുന്നു. ദൈവസഭയിൽ ധൂപപീഠങ്ങൾ ഉണ്ടാകട്ടെ. ദൈവമക്കളെ, നിങ്ങളൊക്കെ ഒരു ധൂപപീഠമാകുവാൻ സമർപ്പിക്കുകയും കതിരമരം കൊണ്ടുണ്ടാക്കി പൊന്നിനാൽ പൊതിയപ്പെട്ട ധൂപപീഠങ്ങളായി ദൈവത്തിന്റെ സഭയിലിരുന്ന് പ്രാർത്ഥന എന്ന ധൂപം സ്വർഗത്തോളം ഉയർത്തുവാൻ ഒരു കൂട്ടം ധൂപപീഠങ്ങളെ ദൈവം സഭയിൽ എഴുന്നേൽപ്പിക്കട്ടെ. ഈ അന്ത്യകാലത്തിൽ അതാണ് നമുക്ക് ആവശ്യം. പണമൊക്കെ നിൽക്കട്ടെ, പ്രശസ്തിയൊക്കെ ഒരു ഭാഗത്ത് മാത്രം നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മടങ്ങിപ്പോയി നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ മടങ്ങി നമ്മിലേക്ക് വരട്ടെ. പണ്ടേ പോലെ നമുക്ക് ദൈവത്തോടൊന്ന് കരയാം. കർത്താവേ, പണ്ടേ പോലെ ഒരു നല്ല കാലം, പണ്ടേ പോലെ ഒരു നല്ല കാലം എനിക്ക് തരണമേ. ഞാനിതിൽ പൂർണ്ണപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളോട് എന്റെ പൂർണ്ണതയിൽ നിന്നെല്ലാം അങ്ങ് വിളിച്ചു പറയല്ല കേട്ടോ. ഞാനും അത് പ്രാപിക്കാമോ എന്നുള്ള ആഗ്രഹത്തിൽ പ്രബോധനം പറയുന്നു. തികഞ്ഞവനായതുകൊണ്ടല്ല പൗലോസ് പറയുന്നു, ലഭിച്ചുവെന്നോ തികഞ്ഞോ എന്നല്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നു. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുമ്പോൾ ഒപ്പം ഞാനും ആഗ്രഹിക്കുകയാ ആ ഒരവസ്ഥയിലേക്ക് വരുവാൻ. ദൈവത്തിന്റെ സഭ രാജ്യത്തെ ഓർത്ത് കരയട്ടെ, രാജകീയ ഭരണങ്ങളെ ഓർത്ത് കരയട്ടെ. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞില്ലേ, വിശേഷാൽ രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചന, പ്രാർത്ഥന, പക്ഷപാതം, സ്തോത്രം ഇവ നാലും ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനായിരിക്കുന്ന സഭയിൽ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം ദൈവത്തിന് സ്തോത്രം 6 മുതൽ 8 വരെ ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിനായി, ഭരണകൂടങ്ങൾക്ക് വേണ്ടി, സ്റ്റേറ്റുകൾക്ക് വേണ്ടി, ഓരോ ഭരണകർത്താക്കൾക്കും വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, രാജ്യങ്ങൾക്ക് വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടി ധൈര്യമായി ദൈവസന്നിധിയിൽ നിലവിളിക്കാം. ദൈവത്തിന് സ്തോത്രം. ആ ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മടങ്ങി വരട്ടെ, മടങ്ങി നമ്മിലേക്ക് വരുവാനിടയാകട്ടെ. അവരുടെ ഇടയിൽ ഉപവാസമുണ്ടായി, കരച്ചിലുണ്ടായി, വിലാപമുണ്ടായി, ദുഃഖമുണ്ടായി. ഇതൊന്നും നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഇല്ലാതെ കുറഞ്ഞു പോവുകയാ. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, കുറവ് സംഭവിച്ചില്ലേ? ചിന്തിച്ചു നോക്കിയേ. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്വയവിമർശനം ഒന്ന് നടത്തിയേ. പെന്തിക്കോസ്ത് ലോകമേ, സ്വയവിമർശനത്തിന് വിധേയരാകേണ്ട സമയം കഴിഞ്ഞില്ലേ? ഒന്ന് നോക്കുമ്പോൾ എത്രയുണ്ട് ഉപവാസം. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ ഉപവസിച്ചുകൊണ്ട് വരുന്ന ഉപവാസ പ്രാർത്ഥന എന്ന് പേരുണ്ടെങ്കിലും രാവിലെ വരുമ്പോൾ 2 ഏത്തയ്ക്കായി ഒരു മുട്ട, ഒരു ഗ്ലാസ് പാലും കഴിച്ചാൽ പിന്നെ ഉച്ചയാകുമ്പോൾ മതി. അതുവരെ ഒന്നും വേണ്ട, അതുവരെ വളരെ ഉപവാസത്തോടുകൂടെ കാത്തിരിക്കുക. ആരാധനയ്ക്ക് വരുമ്പോൾ പൊറോട്ടയും സാമ്പാർ അടിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഒരു ആരാധനയുടെ മുമ്പിൽ ആരാധന സ്ഥലത്തിന് സമീപത്തുള്ള കാപ്പിക്കടയിൽ കയറി ദിവസേന എല്ലാ ഞായറാഴ്ചയും രാവിലെ 3 പൊറോട്ടയും ചാറുകറിയും കൂട്ടിയിട്ട് ആരാധനയ്ക്ക് വന്നിരിക്കും. എന്തൊരു ഉണർവാന്നറിയാം. അടിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പൊറോട്ടയുടെ ബലവാ. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് വരുമ്പോൾ പോലും ഉപവാസമില്ല, പ്രാർത്ഥനയില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം മനുഷ്യനിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. എത്ര പേർക്കുണ്ട് ഉപവാസം? എത്ര പേർക്ക് ഉപവസിപ്പാൻ കഴിയുന്നുണ്ട്? ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവം എത്ര പേർ ജീവിതത്തിൽ സൂക്ഷിക്കുന്നു? അന്ന് ദൈവത്തിന്റെ ജനം അലറിക്കരഞ്ഞു. പട്ടണത്തിന്റെ നടുവിൽ വന്ന് പദവികൾ വിട്ട് വസ്ത്രങ്ങൾ മാറി രട്ടെടുത്തുകൊണ്ട് തലയിൽ പൂഴിവാരി എറിഞ്ഞ് ദൈവത്തിങ്കലേക്ക് നോക്കി അലറിയപ്പോൾ സ്വർഗത്തിലെ ദൈവം, യൂദാഗോത്രത്തിലെ സിംഹം അവിടെ ഇരുന്ന് അലറി. അവരുടെ നിലവിളിക്ക് മറുപടി സ്വർഗത്തിൽ നിന്ന് ദൈവം അയക്കുവാനിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, കരയുന്നവർക്ക് ദൈവം പ്രതിവിധി അയക്കും. ദൈവസന്നിധിയിൽ കരയേണ്ട നാളുകൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. 22-ാം അധ്യായം 12-ാം വാക്യം. 22-12 വാക്യം പെട്ടെന്ന് വായിച്ചോട്ടെ. യെശയ്യാ പ്രവചനം 22-12 വാക്യം. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടെടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാള അറുക്കുക, ആടറുക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്ക, നാം തിന്നുക,
കുടിക്ക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെയായിരുന്നു. സൈന്യങ്ങളുടെ യഹോവ വിളിച്ചു, ഉപവാസത്തിന് വിളിച്ചു, രട്ടെടുക്കുവാൻ വിളിച്ചു, മുട്ടയടിക്കുവാൻ. ഓംലെറ്റ് അടിക്കാനല്ല, മുട്ടയടിക്കാന്ന് വിചാരിച്ച ചിലർക്ക് തോന്നുന്നു ഓംലെറ്റ് ആണെന്ന്. അതല്ല. ദൈവത്തിന് സ്തോത്രം. അക്കാലങ്ങളിലുള്ളൊരു സമ്പ്രദായമായിരുന്നു അത്. ദൈവത്തിന് സ്തോത്രം. ഉപവസിക്കുവാൻ, വിലപിക്കുവാൻ, കരയുവാൻ വിളിച്ചപ്പോൾ അവരുടെ ആനന്ദം എന്ന് പറഞ്ഞാൽ കാളെ അറക്കുക, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ആടിനെ അറക്കുക, മട്ടൻ റോസ്റ്റ്, മട്ടൻ ഫ്രൈ. പിന്നെ തിന്നുക, കുടിക്കുക. അറത്താൻ മാത്രം പോരല്ല, പിന്നെ കഴിക്കണമല്ലോ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ ചാകുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് വിടുക, അകത്തോട്ട് അങ്ങ് വിട്ടുകൊണ്ടിരിക്കുക. എന്തായാലും നാളെ തീരും, ഒന്ന് ആർത്തിയോട് അടിച്ചേക്കാവുന്നുള്ളതാ. ദൈവം വിളിക്കുക, ഉപവസിക്കാൻ വാ സഹോദര സഹോദരി, ഉപവസിക്കാൻ വരാൻ, കാലം തീരാറായി എന്ന്. അവസാന നാള് നിൽക്കുക, ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണമെന്ന്, ഉപവസിക്കണമെന്ന്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. ഇപ്പൊ സന്തോഷം. ആടും കോഴിയും തവളയും പിന്നെ ഒട്ടകം എന്ന് വേണ്ട, ഭൂമിയിൽ ജീവനോടെ മനുഷ്യന് കഴിക്കാൻ കിട്ടുന്ന സകലത്തിനെ അറുത്ത് ചോര കളഞ്ഞോ കളയാതെ ഒക്കെ അകത്താക്കിക്കൊണ്ടിരിക്കുന്ന കാലം. ഇതാണ് ആനന്ദം, ഇന്നത്തെ ലോകത്തിലെ ആനന്ദം. ആത്മീയ ലോകത്തിലും തെല്ല് കടന്നില്ലേ നാം ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ട അവസ്ഥ. ഇന്ന് പലയിടത്തും പ്രാധാന്യം കൺവെൻഷന്റെ ഭക്ഷണത്തിനാണ്, അതിനല്ല പ്രാധാന്യം. ആത്മീക ആരാധനകൾക്ക് പ്രാധാന്യം. ദൈവത്തിന് സ്തോത്രം. ഉപവാസ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം. ഈ അടുത്ത സമയത്ത് ഞാനൊരു കൺവെൻഷനിൽ പോയി. വ്യാഴാഴ്ച രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് വെള്ളിയാഴ്ച പകൽ ഉപവാസ പ്രാർത്ഥനയുടെ ശബ്ദം. ഞാൻ അവിടെ ഒന്നാം ദിവസത്തെ മീറ്റിംഗിൽ എനിക്ക് ചില ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടായി. രണ്ടാം ദിവസം പകൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആ രാവിലെ 9:30 ആരംഭിച്ച പ്രാർത്ഥനയിൽ ഞാൻ മുഴുവൻ സമയവും എന്റെ മുറിക്കകത്തിരുന്ന് ഞാനും പങ്കെടുത്തു. അവിടെ പോയിരുന്നില്ലെന്നേ ഉള്ളൂ. അതിനുശേഷം സഹോദരന്മാർ വന്നപ്പോൾ ചോദിച്ചു, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആളുണ്ടായിരുന്നോ? ആ ഹോള് നിറയെ ആളുണ്ടായിരുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. കൺവെൻഷൻ നാളുകളിൽ പകലുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, ഇന്ന് പകൽ ഇവിടെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നല്ലോ. എത്ര പേര് സംബന്ധിച്ചു? കിച്ചണിൽ ജോലി ചെയ്യുവാൻ 100 രൂപ 500 രൂപ കൊടുത്താൽ നമുക്ക് ഒരാളെ കിട്ടും. 1000 രൂപ കൊടുത്താൽ ഒരാളെ കിട്ടും. പ്രിയപ്പെട്ടവരെ, 10,000 രൂപ കൊടുത്താൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഒരാളെ നമുക്ക് കിട്ടുമോ? കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പാസ്റ്റർ പൊടിക്കുഞ്ഞ് പ്രസംഗിച്ച ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. തിരുവല്ല സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ വെച്ച് നടന്ന ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഒരാൾ ഒരിക്കൽ വിശ്വാസ ഭവനത്തിൽ കയറി വന്ന് എന്തോ ആവശ്യത്തിന് ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ പുതുതായിട്ട് അവിടെ ഉണ്ടായിരുന്ന സഹോദരന്മാരെ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടത് ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. കുറെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ആദ്യം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ശരി, മുട്ടയിൽ നിന്ന് അങ്ങ് പ്രാർത്ഥന തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന തീരുന്നില്ല. പ്രാർത്ഥന നീണ്ടുപോകുക. അദ്ദേഹം പതിയെ തലയെ വെച്ച കയ്യേലോട്ട് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, വെല്ലം തരാനുണ്ടെ തന്നൊരു ഞാൻ പോയേക്കാന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാനും മുട്ട നിൽക്കാനും ഒന്നും കൂലി കൊടുത്താൽ ആളെ കിട്ടത്തില്ല. കൂലി വാങ്ങാൻ വരുന്നവർക്കും അതില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലർക്കും പലതും കഴിയും. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? അന്ന് സൈന്യങ്ങളുടെ യഹോവ വിളിച്ചു, വിലാപത്തിന്, കരയാൻ, ഉപവസിപ്പാൻ വിളിച്ചപ്പോൾ അവരുടെ ആനന്ദം ലോകത്തിലേക്കായി പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്ന് കരയേണ്ട നാളുകൾ, നിലവിളിക്കേണ്ട നാളുകൾ. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരുടെ തോൽവികളിലും പരാജയങ്ങളിലും പോലും നാം കരയുന്നവരാകണം. എന്തിന്? ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 12-24 വാക്യങ്ങൾ നാം എടുത്ത് വായിച്ചാൽ അവിടെ ആ തിരുവചനങ്ങൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഭക്തനായ ദാവീദ് തന്റെ നിത്യശത്രുവായ ശൗൽ ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോയപ്പോൾ, അവന്റെ മകനോട് ചേർന്ന് ഗിൽബോവ പർവ്വതങ്ങളിൽ പട്ടുപോയപ്പോൾ ദാവീദ് എന്ന ഭക്തൻ അലമുറയിട്ട് കരഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വലിയ സത്യമാണ്. മറ്റുള്ളവരുടെ തോൽവികളിൽ നാം ആരും സന്തോഷിക്കല്ലേ. ഒരാളുടെ തോൽവി നാം ആഘോഷിക്കരുത്. അതോർത്ത് കരഞ്ഞാട്ട്, അതോർത്ത് ദൈവസന്നിധിയിൽ കരഞ്ഞാട്ട്, കൂട്ടുവിശ്വാസിയുടെ പരാജയം കണ്ടിട്ട് മറ്റൊരാളോട് പറയുകയല്ല നാം ചെയ്യേണ്ടത്. ഒരു നിമിഷമെങ്കിലും പോയി മുഴങ്കാൽ മേൽ കർത്താവേ, ആ സഹോദരനെ, ഇന്ന വ്യക്തിയെ ദൈവമേ ഒന്ന് വിടുവിക്കണമേ എന്ന് പറയാമോ? അതാണ് ഈ നാളുകളിൽ നമുക്ക് ആവശ്യം. എന്നാൽ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതായിരിക്കെ നമ്മുടെ നല്ല നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. മറ്റുള്ളവരുടെ തോൽവികളെ പരസ്യമാക്കുവാൻ, അത് പ്രസിദ്ധീകരിക്കുവാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം വന്നെത്തി നിൽക്കുകയല്ലേ. ദൈവം ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ദാവീദ് എന്ന ഭക്തന്റെ നിത്യശത്രുവായ ശൗൽ ഗിൽബോവ പർവ്വതത്തിൽ വീണുപോയപ്പോൾ പറയുക, ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങൾ ശപിക്കപ്പെട്ടു പോകട്ടെ, മഞ്ഞോ മഴയോ നിങ്ങളുടെ മേൽ വരാതെ പോകട്ടെ എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. കൊല്ലുവാൻ നടന്നവൻ വീണുപോയപ്പോൾ അതിൽ സന്തോഷിക്കാതെ ഭക്തൻ കരയുക. നമുക്കും കരയാ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ നാടുകളിൽ ശത്രുവായ സാത്താൻ വാലുകൊണ്ട് അനേകരെ വലിച്ചിറക്കി താഴേക്ക് തള്ളിക്കളഞ്ഞ് എത്രയോ മഹാന്മാരെ പോകുന്ന അവസ്ഥയിലേക്ക് കളയുമ്പോൾ അതെല്ലാം ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന, കരയുന്നൊരു ഹൃദയം. വാക്യം നാം വായിച്ച കുറിവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ
ശ്രദ്ധ കൊണ്ടുവരാ. യേശു പറയുന്നു, നിങ്ങളെ ഓർത്ത് കരയണം. വിശ്വാസത്തിന്റെ കുറവോർത്ത്, ദൈവസ്നേഹത്തിന്റെ കുറവോർത്ത് കരയണം. വീണ്ടും നാം ദൈവവചനത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണം. സമയം പോയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക. മക്കളെ ഓർത്ത് കരയുന്ന ഒരു സ്വഭാവം. എന്തിനാണ് നാം മക്കളെ ഓർത്ത് കരയേണ്ടത്? ദൈവത്തിന്റെ സ്തോത്രം. ഈ നാളുകളിൽ യുവതലമുറ പാപത്തിന്റെ വഷളത്വത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ടു പോവുകയാണ്. എത്രയോ ഭീകര സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. ക്രൈം ചാർജ് ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് നാം നോക്കിയാൽ ഈ അടുത്ത കാലങ്ങളിൽ നല്ല കുറെ നാളുകളായി ലോകത്തിൽ പിടിക്കപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കായി പിടിക്കപ്പെട്ടവരിൽ ഏതാണ്ട് 80% പേര് 18 വയസ്സ് മുതൽ 30 വയസ്സിനിടയിലുള്ളവരാണ്. യുവമിഥുനങ്ങൾ, യുവാക്കൾ, യൗവനക്കാർ, മക്കൾ. ദൈവത്തിന് സ്തോത്രം. ഹീനകൃത്യങ്ങൾക്കായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എത്ര ഭീകരമായ അനുഭവം. നിങ്ങൾ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്കൂൾ ക്യാമ്പസുകളിൽ, കോളേജ് ക്യാമ്പസുകളിലും മറ്റുമൊക്കെ രഹസ്യമായി കഞ്ചാവ്, മയക്കുമരുന്നുകൾ എത്തിക്കുന്ന ഒരു ശക്തമായ ലോബി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കറിയുമോ? അവരെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടോ? അവരെ അടിക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടോ? എന്താണ് ചെയ്യേണ്ടത്? തലമുറകളെ ഓർത്ത് കരയണം കേട്ടോ. മക്കളെ ഓർത്ത് മാതാപിതാക്കളോട് ഞാൻ പറയുക, രാത്രിയിൽ 1 മണിക്കൂറെങ്കിലും എഴുന്നേറ്റ് മക്കളെ ഓർത്ത് കരയണം. എത്ര പേരുണ്ട്? കൈ ഉയർത്താമോ? 1 മണിക്കൂർ എല്ലാ ദിവസവും കൃത്യമായി സ്വന്തം മക്കളെ ഓർത്ത് കരയുന്ന എത്ര പേരുണ്ട്? മക്കളെ ഓർത്ത് വ്യാകുലപ്പെടുകയാണ്. അവന് മാർക്ക് കിട്ടിയില്ലല്ലോ, A ഗ്രേഡ് കിട്ടിയില്ലല്ലോ എന്നുള്ള ദുഃഖം സഹിക്കാൻ വയ്യാതെ ഹാർട്ട് അറ്റാക്ക് വന്ന മാതാപിതാക്കളുണ്ട്. ദൈവത്തിന് സ്തോത്രം. മക്കൾക്ക് ഗ്രേഡ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് പിള്ളാരെ മുരിക്കുമ്പത്തിൽ അടിക്കുന്ന അപ്പന്മാരുണ്ട്. അപ്പന്മാരെ, ഈ അടിയും തൊഴിയൊക്കെ നിർത്തിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ കാലങ്ങൾ നെടുമ്പാട് വീണൊന്ന് കരയുവേ, അവർക്ക് വേണ്ടി അലമുറയിട്ടൊന്ന് നിലവിളിക്കുവേ. പാപത്തിൽ തലമുറകൾ വീണു പോകാതിരിപ്പാ തലമുറകളെ ഓർത്ത് കരയേണ്ട ഒരു സമൂഹമായി നാം തീരേണ്ടതായിരിക്കുന്നു. സങ്കീർത്തനം 34:11, മക്കളെ വന്നെനിക്ക് ചെവി തരുവീ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കുക. മക്കളെ വന്നെനിക്ക് ചെവിത. ദൈവത്തിന്റെ വചനത്തിന് കാതുകൊടുത്ത് ദൈവഭക്തിയുടെ മാർഗത്തെ തിരിച്ചറിഞ്ഞ് നാം മുൻപോട്ട് പോകുന്നവരായി തീരണം. എഫേസ്യ ലേഖനം 6:1 അപ്പോസ്തലൻ പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പി. ആ മാതാപിതാക്കളെ അനുസരിക്കുന്ന തലമുറകളായി തീരണം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട്, യൗവനക്കാരോടൊക്കെ ഞാൻ പറയുക, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിച്ചു കൊള്ളി. മാതാപിതാക്കൾ, മക്കൾ നിങ്ങളെ അനുസരിക്കത്തക്ക യോഗ്യതയിൽ നിങ്ങളും ജീവിച്ചു കൊള്ളണം. മാതൃകാപരമായി നിങ്ങൾ ജീവിച്ചു കൊള്ളണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറ്റുള്ളവർക്ക് അനുകരിപ്പാൻ കഴിയുന്ന മാതൃകകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പുലർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാനിടയായി തീരണം. എന്നാൽ ഈ തലമുറയെ കുറിച്ച് എന്താണ് പറയുന്നത്? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുക, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. ദൈവത്തിന് സ്തോത്രം. ഒരു സ്പിരിറ്റ് ഈ തലമുറയെ നടത്തുകയാണ്, ഒരാത്മാവ് നടത്തുകയാണ്. എത്രയോ കാര്യങ്ങൾ വ്യക്തമാക്കുവാനുണ്ട്. സമയ ചുരുക്കത്താൽ ഞാൻ മുമ്പോട്ട് കടന്നു പോയിക്കൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു വല്ലാത്ത ആത്മാവിന് ഈ തലമുറ പിടിപെട്ട് മുൻപോട്ട് പോവുകയാണ്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവവചനം ഇപ്രകാരം പറയുന്നു, വഷളായി നടക്കുന്ന മക്കൾ, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി. ആധുനിക ലോകത്തിന്റെ യുവതലമുറയുടെ അവസ്ഥ പ്രവാചകൻ വ്യക്തമായി പറയുന്നു. വഷളായി നടക്കുന്ന മക്കൾ. ഇന്നത്തെ ആധുനിക തലമുറ എത്ര ഭീകരമായ ജീവിതം നയിക്കുന്നു, എത്ര മ്ലേച്ഛമായ ഭയാനകമായ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്നു. ഈ അവസ്ഥ കാണുമ്പോൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണ്ടായോ? ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണ്ടായോ? തലമുറകളെ തലമുറയിട്ട് കരയണ്ടായോ? യൗവനക്കാരായ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് താഴ്മയായി ഓർപ്പിക്കുന്നു, ലോകത്തിന്റെ പാപത്തോട് നിങ്ങൾ വിട പറഞ്ഞുകൊള്ളുവേ. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്കെല്ലാം ഉണ്ട്. അതിൽ വാട്സാപ്പ് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ സകല തിന്മകളും ചെയ്യുവാൻ പര്യാപ്തമായ സകലതും നിങ്ങളുടെ പക്കലുണ്ട്. ഓർത്തുകൊള്ളണമേ, ഇതാകുന്നു നിങ്ങളുടെ ജീവിതത്തെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്, നിത്യനരകാഗ്നിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പാപത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇന്ന് കുട്ടി കൊലയാളികൾ ലോകത്തിലുണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. IPL മാച്ച് കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഇന്ത്യയിൽ നടന്നപ്പോൾ, കൽക്കട്ടയിൽ നടന്ന ഒരു മാച്ചിന്റെ ഇടയിൽ അതിന്റെ തലേദിവസം ഒരു 14 വയസ്സുകാരനും 12 വയസ്സുകാരനും തമ്മിൽ ഒരു ബെറ്റ് വെച്ചു. ജയിക്കുന്നത് ആര്? ഇന്ന ടീം ജയിക്കുമെന്ന് പറഞ്ഞു. 250 രൂപ ബെറ്റ്. ദൈവത്തിന് സ്തോത്രം. 12 വയസ്സുകാരൻ 250 രൂപ ബെറ്റ് വെച്ചു. 14 വയസ്സുകാരൻ ചേർന്നു. 12 വയസ്സുകാരൻ പറഞ്ഞു ടീം ജയിച്ചു. 14 വയസ്സുകാരനോട് 250 രൂപ, 2 കിലോ മത്തി പോലും കിട്ടുകയില്ല. ആ രൂപ ചോദിച്ചപ്പോൾ
14 വയസ്സുകാരൻ 12 വയസ്സുകാരന്റെ കഴുത്തിലോട്ട് 2 വിരലുകൾ ആഴത്തിലിറക്കി ശ്വാസം നിലച്ച് 12 വയസ്സുകാരൻ ചത്തു. 9ാം ക്ലാസ്സുകാരൻ, ദൈവത്തിന് സ്തോത്രം, 7ാം ക്ലാസ്സുകാരനെ കൊന്നുകളഞ്ഞു. എത്ര ഭീകരത! എണ്ണി നമ്പരിട്ട് അക്കമിട്ട് പറയാം യുവാക്കളിൽ വരുന്ന പാപത്തിന്റെ പ്രവർത്തികൾ. പ്രിയപ്പെട്ടവരെ, കരയണ്ടായോ? ദൈവസഭയെ കരയണ്ടായോ? കർത്താവിന്റെ വേലക്കാരെ കരയണ്ടായോ? ദൈവജനത്തിന് വേണ്ടി കരയണ്ടായോ? ഒരു നിമിഷം നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ തലമുറകളെ ഓർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളെ, പിള്ളാരെ ഓർത്ത്, യൗവനക്കാരെ ഓർത്ത് കുറഞ്ഞത് ഒരു 100 സ്തോത്രമെങ്കിലും നമുക്കൊന്ന് ചെയ്യാമോ? എല്ലാവരും ചേർന്ന് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യുവാക്കളെ സ്നേഹിക്കുന്നവർ, മക്കളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ആ സ്തോത്രത്തിന്റെ ഒരു വലയം അവരുടെ ചുറ്റിലും ഉണ്ടാകട്ടെ. തലമുറകൾ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രത്തിന്റെ ശക്തി അവരെ നിലനിർത്തട്ടെ. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ പ്രാർത്ഥനയിൽ ഈ അനുഭവം ഉണ്ടായിരിക്കട്ടെ. മക്കളെ ഓർത്ത് രാക്കാലങ്ങളിൽ കരഞ്ഞുകൊള്ളുകയും, സൺഡേ സ്കൂൾ അധ്യാപകരെ, നിങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാക്കാലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും, ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ വേണം. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്തിൽ 3ാം തലമുറ നഷ്ടപ്പെടുന്നു. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന് സ്തോത്രം. 1ാം തലമുറ കർത്താവിനെ അനുഭവിച്ചു, 2ാം തലമുറ കർത്താവിനെ അനുകരിച്ചു, 3ാം തലമുറ ഇപ്പൊ അഭിനയിച്ചുകൊണ്ട് പോവുക. ആ ഒരു അവസ്ഥയിൽ വന്നെത്തി നിൽക്കുന്നു. അത് വരാതിരിപ്പാൻ നാം കരയണം. തലമുറകളെ ഓർത്ത് ദൈവസന്നിധിയിൽ കരയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അന്തിമകാലം മക്കൾ മാതാപിതാക്കൾക്കെതിരെ തിരിയുന്നു. മാതാപിതാക്കൾക്കെതിരായി മക്കൾ തിരിയുന്ന ഒരു കാലം ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര ഭീകരമായ സംഭവങ്ങൾ മനുഷ്യന്റെ മുൻപാകെ വന്നുകൊണ്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 10:21 വാക്യം വായിക്കുമ്പോൾ, അന്ന് അന്തിമകാലത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗം മാതാപിതാക്കൾ മക്കൾക്കും എതിരായി എഴുന്നേൽക്കും, മക്കൾ വിരോധമായി എഴുന്നേറ്റ് വന്നവരെ കൊല്ലിക്കും എന്ന് പറയുന്നു. ചില നാളുകൾക്ക് ബോംബെയിൽ നടന്നൊരു സംഭവം. 14 വയസ്സുള്ള ഒരു കുട്ടി, ദൈവത്തിന് സ്തോത്രം, മാതാപിതാക്കൾ വിദേശത്ത്, അവന്റെ വല്യമ്മച്ചിയോടുകൂടെ പാർക്കുകയാണ്. അവന്റെ വല്യമ്മച്ചി അവനെ ഏതോ കാര്യത്തിന് ബുദ്ധി ഉപദേശിച്ച് വഴക്ക് പറഞ്ഞതിന് 14 വയസ്സ് പ്രായം, 9ാം ക്ലാസ്. ഓർത്തു നോക്കണം, ഈ പ്രായത്തിലുള്ള ആ പയ്യൻ അവന്റെ പ്രായമുള്ള അമ്മച്ചിയുടെ അടുക്കൽ സ്നേഹത്തോടെ വന്നു നിന്നു. ഇരുന്ന കസാരയുടെ പിൻപിൽ അമ്മച്ചിയുടെ തോളിലേക്ക് പിടിച്ചു. തോളിലും കഴുത്തിലുമായി പിടിച്ച് ഒരു തേങ്ങ പിരിക്കുന്നത് പോലെ കഴുത്തങ്ങ് പിരിച്ചു. അമ്മ ഇരുന്ന് മരിച്ചുപോയി. എത്ര ഭീകരം! പറയുവാൻ പോലും നെഞ്ചത്ത് വിഷമം ഉണ്ടാകുന്നു. ഹൃദയത്തിൽ താങ്ങാൻ പറ്റുന്നില്ല. കേൾക്കുമ്പോൾ, ഇങ്ങനെയുള്ള വാർത്ത വായിക്കുമ്പോൾ സിരകളൊക്കെ പൊട്ടിപ്പോകുന്നത് പോലെ തോന്നും. തലമുറ വഷളായി നടക്കുന്ന മക്കൾ. അന്തിമകാലമാ. മാതാപിതാക്കളെ പ്രാർത്ഥിച്ചോണം. ഇല്ലെങ്കിൽ ഇതുപോലൊക്കെ സാധനങ്ങളുമായിട്ട് പിള്ളേർ എഴുന്നേറ്റ് എപ്പോഴാണ് വരുന്നെന്ന് പറയാൻ പറ്റുകയില്ല. നന്നായി കരഞ്ഞുകൊള്ളണം കേട്ടോ. അവർക്ക് വേണ്ട കോംപ്ലാനും ബൂസ്റ്റും ഒക്കെ മാത്രം കലക്കി കൊടുത്താൽ അവര് കംപ്ലൈന്റ് ഉള്ളവരായി തീരും. അവസാനം കഴുത്തിനൊക്കെ പിടിച്ച് തിരിക്കുന്ന അവസ്ഥ വരും. വരാതിരിക്കാൻ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞോണം, നിലവിളിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 132 വന്നാൽ 12ാം വാക്യം, ആ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട്. 132 സങ്കീർത്തനം 12ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കണം. നിന്റെ മക്കൾ എന്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ചു കൊടുത്ത സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കും ഒരു വാഗ്ദത്തമായി കൊടുക്കുകയാണ്. എന്റെ കൽപ്പന, എന്റെ നിയമം, എന്റെ ഉപദേശങ്ങൾ കേട്ടു പ്രമാണിച്ചാൽ സിംഹാസനം അക്ഷരീകമായി ഒന്ന് മാത്രമല്ലത്, ഒരു സിംഹാസനം ഒരുക്കുന്നു. നമ്മുടെ കർത്താവ് ഒരു സിംഹാസനം ഒരുക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ സിംഹാസനം സിയോൻ, യെരൂശലേം എന്ന ദൈവസിംഹാസനം, അത് നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. വെളിപ്പാട് 3:21 ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ. എപ്പോൾ അതുണ്ടാകും? എപ്പോൾ സംഭവിക്കും? എപ്പോഴായിരിക്കും അത് നടക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നു, ഞാൻ പോയി മടങ്ങി വരും, ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു. നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ ഞാൻ പോവുകയാണ്.
പോയി ഒരുക്കിയാൽ അവൻ വേഗത്തിൽ മടങ്ങി വരും. വേഗത്തിൽ അവൻ മടങ്ങി വരും. ഒരു സിംഹാസനം കർത്താവ് ഒരുക്കുന്നു. അത് പ്രാപിപ്പാൻ നാം എന്ത് ചെയ്യണം? തലമുറകളെ ഉപദേശപ്രകാരം ജീവിപ്പി, ദൈവകൽപ്പനകളെ അനുസരിപ്പി, ദൈവവചനങ്ങളെ അനുസരിപ്പി. ദൈവസഭയെ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മെ ഓർത്ത് കരയുവി, മക്കളെ ഓർത്ത് കരയുവി, യുവതലമുറയെ ഓർത്ത് കരയുവി. നമ്മുടെ പരാജയങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിൽ കരഞ്ഞ് പണ്ടേ പോലെയുള്ള ഒരു നല്ല കാലത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇന്ന് രാത്രി കേട്ട വചനത്തിന്റെ മുൻപാകെ ഒരു നിമിഷം സമർപ്പിച്ചാട്ടെ, കണ്ണുകളെ മൂടിയാട്ടെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.